തിരിച്ചു വരാം. യെസ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിയാൻ പോവുകയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിയും. യെസ്, എല്ലാവരും നല്ല കൈയടി. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററേ കഴിയുന്നുള്ളൂ. അതായത് അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്, അതിൻ്റെ അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്. നമ്മൾ പഠിച്ച് തിമിർക്കും നമ്മൾ, അല്ലേ? എന്ത് രസമല്ലേ ഇങ്ങനെ പഠിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നും, അയ്യോ പഠിക്കണമല്ല, ഇത് പഠിക്കണമല്ല, ഇന്ന് ആ എക്സാം ഉണ്ടല്ലോ, ഈ എക്സാം ഉണ്ടല്ലോ, മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ടെൻഷൻ. അപ്പം നമ്മൾ വിചാരിക്കും, ഈ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഒന്ന് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്താ ആശ്വാസം അല്ലേ, ജോലി കിട്ടി ആ പൈസ വെച്ച് അടിച്ചു പൊളിക്കുക, അങ്ങനെയൊക്കെ വിചാരിക്കും. ജോലി എടുത്തു തുടങ്ങുമ്പോൾ നമുക്കറിയാം, ആ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം അതായിരുന്നു നമ്മളുടെ ഗോൾഡൻ എറ എന്ന് പറയുന്നത്, നമ്മുടെ പ്രൈം ടൈം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന സമയത്ത് ആരും സ്കൂളിൽ പോകുമ്പോട്ട് പൊട്ടിക്കാനോ അല്ലെങ്കിൽ ഒന്നും ആലോചിക്കരുത്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫേസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ മോട്ടിവേഷനാണ്. വാട്ട് ഈസ് ദിസ്? എനിക്കിങ്ങനെ ശീലമില്ലാത്തതാണല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ നമ്മുടെ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് എഫക്ട്സ് ആയിരുന്നു. മാഗ്നറ്റിക് എഫക്റ്റും കഴിഞ്ഞു, ഹീറ്റിംഗ് എഫക്റ്റും കഴിഞ്ഞു. പിന്നെ നമ്മളൊരു പ്രത്യേക സംഭവം പഠിച്ചു അല്ലേ, സെല്ലിന്റെ കുറച്ച് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. വോൾട്ടായിക് ആൻഡ് ഗാൽവാനിക് സെല്ലിനെ കുറിച്ചൊക്കെ പഠിച്ചു. ബിഫോർ ദാറ്റ് ഞാൻ ഒരാളെ വിളിക്കാൻ താല്പര്യപ്പെടുന്നു. ഋഷിക. ഓക്കെ, ഇത്രയും കൺഫ്യൂഷൻസിൽ നിന്ന് സാറ് ചൂസ് ചെയ്തത് ഋഷികനാണല്ലേ? ഓക്കെ, അപ്പൊ ഋഷിക എല്ലാത്തിനും ആൻസർ പറയും എന്നുള്ള കോൺഫിഡൻസോട് കൂടിയാണ് സാറ് ഋഷികനെ ചൂസ് ചെയ്തത് കേട്ടോ. ഇനി അത് തെറ്റിയാൽ എന്ത് വേണം സാർ? പനിഷ്മെന്റ് കൊടുക്കാലോ. പനിഷ്മെന്റ് കൊടുക്കാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഋഷിക പറഞ്ഞോളൂ, എന്തായിരുന്നു മാഗ്നറ്റിക് എഫക്റ്റ്? When electricity passes through the wire behaves like a temporary magnet. അടിപൊളി. The flow of electricity is blocked. It loses its magnetic properties. സാർ എല്ലാം പഠിച്ചിരിക്കുകയാണല്ലോ, എന്ത് ചെയ്യൂപ്പ? നമുക്ക് പണിഷ്മെന്റും കൊടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും എക്സാമിന് ഇന്ന് ഫുൾ മാർക്ക് മേടിക്കുക. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ആൾ വിളിച്ചോ സാർ. ഹരിനന്ദ. യെസ്. ഓക്കെ, എന്തായിരുന്നു ഹീറ്റിംഗ് എഫക്റ്റ്? When electrical pass through the conductor, the conductor gets hot. That is called heating effect. ഹീറ്റിംഗ് എഫക്റ്റ് എല്ലാവരും എല്ലാം പഠിച്ചിരിക്കുകയാണ് സാർ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ജോലി എളുപ്പമായി. ഞാൻ എന്തോ പിടിച്ച് ക്ലിക്ക് ചെയ്തു, എന്തൊക്കെയോ വന്നു സാർ. ഞാൻ എന്തൊക്കെയോ പിടിച്ച് ക്ലിക്ക് ചെയ്ത് എന്തൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ സാർ. ഇതിങ്ങനെ താത്ത കിട്ടിയത് ഇത്രയും നന്നായിട്ട് പറയാൻ അറിയാവുന്നവനാണോ നേരത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെൽറ്റ് ആവുമെന്ന് പറഞ്ഞത്? ഓക്കെ, ഞെട്ടിച്ചളഞ്ഞു. ഓക്കെ, അപ്പോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയിനെ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരാളാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസും നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റും തമ്മിലുള്ള കണക്ഷൻ പറയാനായിട്ട് എനിക്ക് ഒരാളെ കൂടി വേണമല്ലോ സാർ. അൻവിത. ഓക്കെ, അൻവിത, റെസിസ്റ്റൻസും ഹീറ്റിംഗ് എഫക്റ്റും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞേ. ഹീറ്റിംഗ് എഫക്റ്റ് എങ്ങനെയാണ് ആ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? കറണ്ട് പാസ് ചെയ്യുമ്പോഴേ, വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹീറ്റ് എങ്ങനെ വരും? പറ, അറിയില്ല? कोई है इधर, कोई है इसका जवाब देने के लिए कोई आया है? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഓക്കെ സാർ, അപ്പോൾ ഇതിന് ഉത്തരം പറയാവുന്നവർ, എങ്ങനെയാണ് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നുള്ളതിന്റെ റീസൺ അറിയാവുന്നവരൊക്കെ ഒന്ന് ടാറ്റ കാണിച്ചേ. നോക്കട്ടെ. ടാറ്റ കാണിക്കുന്നവരൊക്കെ ഇപ്പൊ നമുക്ക് ക്ലാസ്സിന് പുറത്താക്കാം. വിളിച്ചോ. വിനായക്. ഓക്കെ, വിനായക്, എങ്ങനെയാണ് അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിക്രോം വയറിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. വാട്ട് ഈസ് ദ റീസൺ? The conductor resists the flow of electric current. This resistance turns the electric energy into heat energy. Yes, very good. അടിപൊളി, മിടുക്കനായിട്ട് പറഞ്ഞു. നമ്മളുടെ ആരായിരുന്നു? പ്രാർത്ഥന അല്ലായിരിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് വിഷമമായിട്ടാ പ്രാർത്ഥന പറയാനിരുന്ന ആൻസർ ആയിരുന്നു അത്.
അത് വിനായക് പറഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിഷമമായി അല്ലേ? മുഖമൊക്കെ മാറി. കുഴപ്പമില്ല, ഉത്തരം പറയാനുള്ള ചാൻസ് ഞാൻ എല്ലാവർക്കും തരും. ഓക്കെ, അപ്പൊ എല്ലാവരും ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ നമ്മുടെ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ഒരു സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഉള്ളിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ, കെമിക്കൽ എനർജി ഉണ്ടായിരിക്കും. ആ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് സെൽ. നമ്മൾ പഠിച്ച സെല്ലിന്റെ പേരെന്താണ്? വോൾട്ടായിക് സെൽ അല്ലേ? വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ. അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഒരാളെ വിളിച്ചോ സർ? അമീൻ. അമീൻ, യെസ്. വോൾട്ടായിക് സെല്ലിന്റെ ആ ഒരു വർക്കിംഗ് എങ്ങനെയാണ്? എന്താണ്? അങ്ങനെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ആയിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ അല്ല, ഈ ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താ? ആളെന്താ ചെയ്യുന്നത്? ആളെന്ത് കണ്ടക്ട് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാവും? ഡിഫറെന്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഇലക്ട്രോഡ് 1 ഉണ്ടാവും, ഇലക്ട്രോഡ് 2 ഉണ്ടാവും. ഓക്കെ, അതുവരെ പെർഫെക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ആൾ വിളിച്ചോ. അദ്വൈത്. പിന്നെന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമുക്ക് ഇലക്ട്രോഡ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞു നമ്മുടെ അമീൻ. ഇനി ബാക്കി പറഞ്ഞോ. The chemical reaction between the metal and the electrolyte release energy in form of electricity. എന്താണ്? ഇപ്പൊ നമ്മൾ ഈ ഇലക്ട്രോഡ്സ് വെച്ചിരിക്കുന്നത് ഈ ഇലക്ട്രോലൈറ്റിന് എനർജി എടുക്കും. എങ്ങനെ എനർജി എടുക്കും? ആ എനർജി എങ്ങനെ ഫോം ചെയ്യും? അത് ഈ ഇലക്ട്രോഡ്സിന്റെ ബേസില് ഇതുണ്ടാവും, എന്താണ്, റിയാക്ഷൻസ് ഉണ്ടാവും, കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഈ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഈ ബൾബ് ഉപയോഗിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ആരൊക്കെ തമ്മിൽ? നമ്മുടെ ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി. അപ്പൊ കെമിക്കൽ എനർജി ഉണ്ടായി. ഓക്കെ, ഈ കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ആവും? ഹീറ്റ് എനർജി. എന്തെനർജി? ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അപ്പൊ അതെ. ഓക്കെ, അവൻ എന്തായാലും അതിന്റെ ആൻസർ അത് അടിപൊളിയായിട്ട് വായിച്ചു തന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവസാനം വന്നപ്പോ ഹീറ്റ് എനർജി കൊണ്ട് കളഞ്ഞു. ഓക്കെ, യെസ്. അപ്പോ നമ്മളുടെ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് മെറ്റൽസ് ആണല്ലേ. ഈ ഇലക്ട്രോഡ്സും നമ്മുടെ ഇലക്ട്രോലൈറ്റും തമ്മിൽ കുറച്ച് റിയാക്ഷൻ ഒക്കെ ചെയ്യും. ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ അവസാനം കുറച്ച് കെമിക്കൽ എനർജി ഫോം ചെയ്യും. ഈ കെമിക്കൽ എനർജി എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ഇലക്ട്രിസിറ്റിയുടെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി എനിക്കറിയേണ്ടത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്? അടുത്ത വിളിച്ചോ. എൻ്റെ കയ്യില് എൻ്റെ റൈറ്റ് ഹാൻഡിലുള്ളത് ഇത് ഏതാണ്? ഇത് പോസിറ്റീവ് ടെർമിനൽ ആണ്. ഇത് ലെഫ്റ്റ് അല്ലേ? സോറി, ലെഫ്റ്റിലുള്ളത് പോസിറ്റീവ് ടെർമിനൽ ആണ്, റൈറ്റിലുള്ളത് നെഗറ്റീവ് ടെർമിനൽ ആണ്. എനിക്കറിയേണ്ടത് എൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണോ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാം? വിളിച്ചോ. പ്രാർത്ഥന. പ്രാർത്ഥന. ഇനി ആ വിഷമം വെച്ചിരിക്കണ്ട അല്ലേ? കോംപ്രമൈസ്. ഓക്കെ, പോസിറ്റീവ് ടു നെഗറ്റീവ്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ? ഓക്കെ, യെസ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും നമ്മുടെ ഇലക്ട്രിസിറ്റി എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു ഡബിൾ തമ്പ്. ഓക്കെ, അതുവരെ നമ്മൾ സെറ്റ് ആണ്. വേറെ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഐ ഹാവ് എ ഡൗട്ട്. വിളിച്ചോ സർ. സ്റ്റീവ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ബാറ്ററി മോട്ടറോ? ബാറ്ററി വാട്ടറോ? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ ബാറ്ററിയുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ? നീ ബാറ്ററി ഉള്ളിൽ പൊളിച്ചു നോക്കിയിട്ടുണ്ടോ? പൊളിച്ചു നോക്കിയിട്ടില്ല. പൊളിച്ച ഫിഗർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ഇലക്ട്രോലൈറ്റ് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. എന്താണ്? എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്നുകൂടെ പറയാം കേട്ടോ. യെസ്, ഒന്നുമില്ല, നമുക്കൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. ഇലക്ട്രോലൈറ്റ് എന്തിനെ കണ്ടക്ട് ചെയ്യുന്നു?
ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു. ഈ ഇലക്ട്രോലൈറ്റിലേക്ക് പാർഷ്യലി നമ്മൾ ഡിപ്പ് ചെയ്തുകൊണ്ട് ഇമേഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് 2 ഇലക്ട്രോഡുകൾ ഉണ്ട്. ഇലക്ട്രോഡ് 1, ഇലക്ട്രോഡ് 2. ഓക്കെ, ഈ ഇലക്ട്രോഡുകളും ഇലക്ട്രോലൈറ്റും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇതിന്റെ ഫലമായിട്ട് ഇതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് കുറച്ച് കെമിക്കൽ എനർജി കിട്ടും. ഈ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അത് നമ്മുടെ ബൾബിൽ എത്തിക്കഴിയുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താണ്, നമ്മുടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് പ്ലസിൽ നിന്ന് മൈനസിലേക്കായിരിക്കും. ഓക്കെ, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഈ ഡയഗ്രാം വരക്കാൻ പഠിച്ചെങ്കിൽ ഒന്ന് വീശി കാണിച്ചേ. ഈ ഡയഗ്രാം ഒക്കെ വരക്കാൻ പഠിച്ചു. എക്സാമിന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വരച്ച് മാർക്കൊക്കെ ചെയ്തോളും. ഓക്കെ, അപ്പൊ ഇത് ഇലക്ട്രോലൈറ്റ് ആണ്, ഇത് നമ്മുടെ ഇലക്ട്രോഡ് 1, ഇത് നമ്മുടെ ഇലക്ട്രോഡ് 2. ഓക്കെ, അത്രേ ഉള്ളൂ, അത്ര അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടിയും പഠിച്ചു അല്ലേ, ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിയുമ്പോൾ the materials inside are used up, the cell stops working and is called a dead cell. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തുള്ള മെറ്റീരിയൽസിനൊക്കെ എന്താവും, കുറേ യൂസ് ചെയ്ത് ചിലപ്പോൾ മെറ്റീരിയൽസിനൊക്കെ എന്ത് സംഭവിക്കും, അവർക്ക് വല്ല തേയ്മാനോ ബിയറിംഗ് അപ്പൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആവും. ഓക്കെ, നമ്മുടെ സെല്ലിന്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്, സെല്ല് സ്റ്റോപ്പ് ആയാൽ പിന്നെ എന്ത് ചെയ്യും? ഒരാൾ വിളിച്ചു സാർ. എവിടെ? യെസ്, നമ്മുടെ സെല്ലിന്റെ വർക്കിംഗ് ഒക്കെ സ്റ്റോപ്പായി. ഇപ്പൊ സെല്ലിന് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കളയും. വെറുതെ അങ്ങ് കളയും. പിന്നെ എറിഞ്ഞു കളയും. പിന്നെ ഓക്കെ, നമ്മളതിനെ റീപ്ലേസ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ കളയാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ റീപ്ലേസ് ചെയ്യും അല്ലെ, ആ സെല്ല് മാറ്റി വേറെ സെല്ല് യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മുടെ യൂസേജ് കഴിഞ്ഞ സെല്ലില്ലേ, ഇനി വർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള സെല്ല്, അങ്ങനെയുള്ള സെല്ലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് സെൽ. എന്ത് സിമ്പിൾ അല്ലേ? ഓക്കെ, യൂസ് ഇല്ലാത്ത എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? ഡെഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഡെഡ് സെൽ എന്ന് പറയുന്നത് ഒരു വർക്കും ചെയ്യാത്ത, ഒരു പ്രയോജനവും ഇല്ലാത്ത സെല്ലാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ബയോളജിയിലാണെങ്കിൽ ഞാൻ പണ്ട് ഒരു ഇത് കണ്ടിട്ടുണ്ട്, ഒരു എന്താ പറയുക, ഒരു കോമഡി ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ട്. ബയോളജി ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പഠിച്ചു, സെല്ലെന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബേസിക് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് സെല്ലെന്ന് ബയോളജി മിസ് പഠിപ്പിച്ചു. പിന്നെ ഫിസിക്സ് ക്ലാസ്സിൽ കയറിയപ്പോൾ ഫിസിക്സ് സാറ് പഠിപ്പിച്ചു സെൽ എന്ന് പറയുന്നത് എന്താണ്, ബാറ്ററി ആണെന്ന് പഠിപ്പിച്ചു അല്ലെ. ബയോളജി സാറ് പഠിപ്പിച്ചു, വന്ന് ചോദിക്കുന്നുണ്ട്, ബയോളജി സാറ് പഠിപ്പിച്ചു സെൽ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണെന്ന്. അതേസമയം ഫിസിക്സിൽ പഠിപ്പിച്ചു സെൽ എന്ന് പറയുന്നത് എന്താണ് അല്ലെ, ബാറ്ററി ആണ്. സോഷ്യലിൽ പഠിപ്പിച്ചു സെൽ എന്ന് പറയുന്നത് ജയിലാണ് അല്ലെ. അപ്പോ ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു, ഞാനിത് പണ്ട് കേട്ടിട്ടുള്ള ഒരു കോമഡിയാണ്. പിന്നെ ഇതൊക്കെ പണ്ടത്തെ കോമഡിയാണ്, സാർ ഇപ്പോഴായിരിക്കും പറഞ്ഞത്. ഓക്കെ, വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാണ് ഗൈസ്. ക്ലാസ്സിൽ വെറുതെ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും. സാർ ഇങ്ങനെ എല്ലാ ക്ലാസ്സിലും കയറി ഇറങ്ങി നടക്കും. എന്നിട്ട് അവിടെ കയറി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് പോവും. നമ്മളത് സോർട്ട് ചെയ്യണം അവസാനം. എന്താ നോക്കണേ. ഓക്കെ, സാറിന് കുറച്ച് സർപ്രൈസ് ഉണ്ട് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിന്. അല്ല, സർപ്രൈസ് ഉണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അല്ല, ഇത് വേറെ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഡെഡ് സെൽ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു യൂസും ഇല്ലാത്ത സെൽ കേട്ടോ. അപ്പൊ സെല്ലിന് തന്നെ കുറെ മീനിങ് ഉണ്ടല്ലേ, പല പല സെല്ലുകളാണ്. ഇതിൽ ഏത് സെല്ലാണ് ഒറിജിനൽ സെൽ? ആർക്കറിയാം? ഓക്കെ, അപ്പൊ ഡെഡ് സെല്ലിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. ഞാൻ ഡെഡ് സെല്ല് കാണിച്ചായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഡെഡ് സെല്ല് കാണിച്ചെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഡെഡ് സെല്ല് കാണിച്ചില്ലേ? എന്നാലും ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. വന്ന കണ്ടാ ഡെഡ് ആയി ഗൈസ്. ഇനി അതുകൊണ്ട് നമുക്ക് ഒരു യൂസും ഇല്ല. അഖിൽ സാർ ഫാൻ. അതാരാണത്? സ്റ്റീവാണ്. ഓക്കെ, അഖിൽ സാർ ഫാനാണ് അവൻ. ഓക്കെ, അപ്പൊ ഡെഡ് സെല്ല് കഴിഞ്ഞാൽ നമ്മൾ 2 പ്രധാനപ്പെട്ട ആളുകളുടെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതില് എന്താ ഉദിത്തിന് ഡൗട്ട് ഉണ്ട്, വിളിച്ചോ. ഗുഡ് ഈവനിങ്. യെസ്, പറഞ്ഞോടാ. വോൾട്ടേജ് സെല്ല് കാണിച്ചായിരുന്നല്ലോ, എന്തേ? എത്ര നേരം ആ ബൾബ്
ഈ ബൾബ് കത്തി നിൽക്കുന്നോ? ഇത് കുറെ നേരം കത്തി നിന്നോളൂ. അപ്പൊ അത് ആ ഇലക്ട്രിസിറ്റി പോസിറ്റീവ് നെഗറ്റീവ് പോകുമ്പോ ലൂപ്പായിട്ട് വിടും. ഇലക്ട്രിസിറ്റി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ വീണ്ടും പോസിറ്റീവിലേക്ക് ലൂപ്പായിട്ട് വരും. പോസിറ്റീവിലേക്ക് ലൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമെന്നാ? പോയിക്കൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ശരിക്കിനെ ഈ പോകുന്നത് ആരാണെന്ന് അറിയോ? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എന്ന് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ ഇലക്ട്രോൺസ്? ഓക്കെ, ശരിക്കും ഈ റിയാക്ഷൻ ഒക്കെ കഴിയുമ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങനെ വരും. ആ ഇലക്ട്രോൺസ് ആണ് ശരിക്കും ഈ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്താൽ അവിടെ ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും. ഓക്കെ, പ്ലസിൽ നിന്ന് മൈനസിലേക്ക്. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും പ്ലസിൽ നിന്ന് മൈനസിലേക്കായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും പ്ലസിൽ നിന്ന് മൈനസിലോട്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ്. ഓക്കെ, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് മൈനസിൽ നിന്ന് പ്ലസിലേക്കാണ്, പക്ഷെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് പ്ലസിൽ നിന്ന് മൈനസിലോട്ടാണ്. ഓക്കെ ആണോ? ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ പറഞ്ഞു, വിളിച്ചോ. ആരാണ്? നേത്ര. യെസ്, നമ്മുടെ നേത്ര. അതില്ലേ എന്താ മറ്റേ ഇപ്പൊ കാണിച്ച ഫിഗറില്ലേ, അതായത് ഇപ്പൊ സോൾട്ട് വാട്ടറിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ്സാവില്ലേ? പാസ്സാവും. അപ്പൊ അത് ലൈറ്റ് ആണ്, ഇലക്ട്രോലൈറ്റ് ആണ്. അതിന് ഇലക്ട്രോലൈറ്റ് എന്നാണ്. ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാം. സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്, NaCl. NaCl നമ്മൾ സാധാരണ ഇലക്ട്രോലൈറ്റ് ആയിട്ടും ബ്രിഡ്ജ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇലക്ട്രോലൈറ്റ് പലതുണ്ടടാ. ഇപ്പൊ കോപ്പർ ആണെങ്കിൽ നമ്മൾ ഇറക്കി വെക്കുന്നത് കോപ്പർ ആണെങ്കിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് യൂസ് ചെയ്യും ഇലക്ട്രോലൈറ്റ് ആയിട്ട്. സിങ്ക് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ് യൂസ് ചെയ്യും. അതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിന് ആപ്റ്റ് ആവുന്ന രീതിക്ക്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഡെഡ് സെല്ലും കഴിഞ്ഞു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട 2 പേരുടെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ആ 2 പേരിൽ ആദ്യത്തെ ആളാണ് ഈ കാണുന്നത്. ഇതാരാണെന്ന് മനസ്സിലായോ? നമുക്ക് വെറുതെ വഴി കൂടെ നടന്നു പോയ നമ്മളെ ഇതെല്ലാം പഠിക്കാനായിട്ട് കാരണമാക്കിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. ആളാരാണെന്ന് എനി ഗസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ, ഇതാരാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഗൈസ്? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് കാരണമായ ആളാണിത്. വിളിച്ചോ. ഹലോ, ഇതാരാടാ? ആഞ്ജനേയ സ്വാമി. ഇവനെ അഖിൽ സാർ പോയ വഴി അവന്റെ സാറിന്റെ കൂടെ വിട്ടാൽ മതിയായിരുന്നല്ലോ ഇവനെ. എടാ, എന്താണ്? സെല്ല് ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ആളാണ്. വെരി ഗുഡ്. ആളുടെ പേരാണ് ഗായ്സ്, ഇതെവിടെ പേര്? എന്താ? കളിയാക്കുന്നതിന് ശരി, നിനക്ക് ബുദ്ധിയുണ്ട്, മിടുക്കനാണ് നീ. ഓക്കെ, എനിക്ക് മനസ്സിലായോ പറയാൻ വന്നത്. സാർ കറക്റ്റായിട്ട് മ്യൂട്ട് ചെയ്ത് നന്നായി. ഓക്കെ, യെസ്. ഇതാണ് നമ്മുടെ അലക്സാൻഡ്രോ വോൾട്ട. ഇപ്പൊ മനസ്സിലായോ ആ സെല്ലിന്റെ പേര് എങ്ങനെയാണ് വോൾട്ടൈക് സെല്ലായെന്ന്? ഓക്കെ, ഈ ആളുടെ പേര് വെച്ചിട്ടാണ്, ഈ വോൾട്ട എന്നുള്ള പേര് വെച്ചിട്ടാണ് നമ്മൾ ആൾക്ക് ആ പേര് കൊടുത്തത്. എല്ലാവരും ആളുടെ പേര് എഴുതാനായിട്ട് കഷ്ടപ്പെടുകയാണോ? ഞാൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സ്പെല്ലിംഗ് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളണം. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ സയന്റിസ്റ്റിന്റെ പേരാണ് അലക്സാൻഡ്രോ വോൾട്ട. ഓക്കെ, ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. വോൾട്ടൈക് സെൽ എന്ന് മാത്രമല്ലല്ലോ, ഗാൽവാനിക് സെൽ എന്ന് കൂടി ഒരു പേരില്ലേ. അപ്പോൾ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, സയന്റിസ്റ്റ് മാറൂല. അതാരായിരുന്നു നമ്മുടെ? അതാരാണത്? താഴെ 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 ശാലെന്ന് വിളിച്ചേ. ഞാൻ മാറിയിട്ട് നീ എഴുതണ എനിക്ക് കാണണം. എഴുതിക്കോ, പറ്റുമെങ്കിൽ എഴുതിക്കോ. കിട്ടിയാ? എല്ലാവരും എഴുതി കഴിഞ്ഞ്, നീ മാത്രം ഇനി എഴുതാൻ ബാക്കിയുള്ളൂ. എന്നാ എഴുത്. കഴിഞ്ഞു. ഓക്കെ, യെസ്. ഇനി ഒരാൾ കൂടി ഉണ്ട്. ആളിതേ വരാണ് കേട്ടോ. യെസ്. ഹെയർ സ്റ്റൈലൊക്കെ നോക്കി. ഓക്കെ, ഇതാണ് നമ്മൾ കഷ്ടപ്പെടാൻ കാരണമായ 2ാമത്തെ ആള്. ആളുടെ പേരാണ് ലൂയി ഗാൽവാനി. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഗാൽവാനിക് സെൽ എന്ന് പേര് കൂടി വന്നത്. ഒരാൾ മാത്രമായിരുന്നെങ്കിൽ ഒരു പേര് പഠിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ 2 പേരായതുകൊണ്ട് 2 പേരെ പേരും പഠിക്കണം. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ആളുടെ പേര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വോൾട്ടാന്നും ഗാൽവാനിന്നും എഴുതിയാലും മതി.
അപ്പൊ നമുക്ക് 1 മാർക്ക് പോയിക്കോളും. ഓക്കെ, രണ്ടുപേരുടെയും പേര് വേഗം ഒന്ന് എഴുതിയെടുക്കുക. ഇവർ 2 പേരുമാണ് നമ്മുടെ ഫസ്റ്റ് ടൈം ഗാൽവാനിക് ആൻഡ് വോൾട്ടായിക് സെല്ല് എക്സ്പെരിമെന്റ് ചെയ്ത് അത് പ്രൂവ് ചെയ്ത ആളുകൾ. ഓക്കെ, യെസ്, അദ്വൈത്. അദ്വൈത്, യെസ്, വിളിച്ചോ സാർ? യെസ്, പറഞ്ഞോടാ. ഈ മാഡം പറഞ്ഞത് ഗാൽവാനിക് സെല്ലിന്റെ റോഡ് ഷേപ്ഡ് ആണോ സ്ക്വയർ ഷേപ്ഡ് ആണോ? റോഡ് ഷേപ്ഡ് ആണോ? സ്ക്വയർ ഷേപ്ഡ് ആണോ? റോഡ് ഷേപ്ഡ് ആണോ സ്ക്വയർ ഷേപ്ഡ്? അതിന്റെ അകത്ത് നമ്മുടെ ഇലക്ട്രോഡ്സ് ഇല്ലേ, ആ, അത് റോഡ് ഷേപ്ഡ് ആണോ സ്ക്വയർ ഷേപ്ഡ് ആണോ? റോഡ് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും സെയിം തന്നെയാ. ഓക്കെ, നമ്മൾ ആ ഗാൽവാനിക് അല്ലെങ്കിൽ ഈ മറ്റേ വോൾട്ടായിക് സെല്ല് നമ്മൾ പൊട്ടിച്ചിട്ട് അത് കിട്ടും. അത് കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കണ മറ്റേ നമ്മൾ ബാറ്ററി ഇറക്കി അതിന്റെ ടോപ്പ് നമ്മൾ പൊട്ടിച്ചെടുത്തു, അതിന്റെ ഈ ലിക്വിഡ് ഒഴിച്ച ഇലക്ട്രോലൈറ്റ്സ് ഒഴിച്ചാൽ തിരിച്ചു പറക്കിയോ? അത് നല്ലൊരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ ഇതുവരെ അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അത് യെസ് ഓർ നോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ എങ്ങനെ വർക്ക് ചെയ്താലോ അല്ലേ. നമ്മൾ ബാറ്ററി പൊട്ടിച്ച് അതിലേക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ഒഴിച്ച് നോക്കി അതിനെ റീയൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്വൈത് ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു സംഭവം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എനിക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാനായിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അത് നോക്കാം പറ്റുമെന്ന്. ഓക്കെ, അതും പറഞ്ഞ് നീ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ വല്ല ബാറ്ററിയൊക്കെ എടുത്ത് പൊട്ടിച്ച് ഇനി നമ്മുടെ നിന്നൊക്കെ ചീത്ത കേട്ട് കഴിഞ്ഞാൽ എന്നൊന്നും പറയാൻ നിൽക്കരുത്. എനിക്ക് അത്രയും പറയാനുള്ളൂ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത നമ്മുടെ ചെറിയൊരു ടോപ്പിക്കിലേക്ക് പോകാം. മേക്കിംഗ് എ സിമ്പിൾ സെൽ. നമ്മളൊരു സെൽ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ചില സമയത്ത് എൻ്റെ നാവ് കുഴഞ്ഞു പോകും. ഓക്കെ, ഒരു സിമ്പിൾ സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ് യൂസിങ് ലെമൺ. ഓക്കെ, നാരങ്ങ നാരങ്ങ വെച്ചിട്ടാണ് നമ്മൾ സെല്ല് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് വേണ്ട റെസിപ്പി ഞാൻ പറയാം. ഇതിന് വേണ്ടത് 5 നാരങ്ങയാണ്. 5 നാരങ്ങ ഉണ്ടോ വീട്ടിൽ 5 നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് കാണിച്ചേ. 5 നാരങ്ങ ഉണ്ടോ? 5 നാരങ്ങ ഉണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അത് അമ്മ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്തോളും, നമുക്കത് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രോസസ് ആണ് കേട്ടോ. യു ക്യാൻ മേക്ക് എ സിമ്പിൾ ഇലക്ട്രിക് സെൽ അറ്റ് ഹോം യൂസിങ് എ ലെമൺ, എ കോപ്പർ സ്ട്രിപ്പ് അല്ലെങ്കിൽ വയർ, കോപ്പറിന്റെ ഒരു വയർ ആൻഡ് ആൻ അയൺ നെയിൽ. ഒരു ഇരുമ്പിന്റെ ആണിയില്ലേ, അയൺ നെയിൽ, ആണിയും അതുപോലെ തന്നെ കോപ്പർ വയറൊക്കെ കിട്ടാൻ അത്ര പാടൊന്നുമില്ല. നമ്മൾ ഈ കാണുന്ന വയറില്ലേ, അതൊക്കെ വല്ലതും പറിച്ച് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, കോപ്പർ വയർ അതുപോലെ തന്നെ നാരങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് മിസ് വീഡിയോ വെച്ച് കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് ഇതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ, ഹെഡിങ്ങും അതുപോലെ ഈ കാണുന്ന ചെറിയ എക്സ്പെരിമെന്റൽ സെറ്റപ്പും. ഓക്കെ, യെസ്. ഇന്ന് നമ്മുടെ ചാപ്റ്റർ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ഇന്ന് ഇവരെ ഞാനേ ഇരുത്തി അങ്ങ് പഠിപ്പിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കും, ഡാൻസ് കളിപ്പിക്കും. എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് എൻ്റർടൈൻമെൻറ്റും ആയി അല്ലേ, എല്ലാം ആയി. പഠിക്കുകയും ചെയ്യാം, എൻ്റർടൈൻമെൻറ്റും ആയി, എല്ലാമായി. ഓക്കെ, സ്റ്റീവിനെ കൊണ്ടൊരു ഡാൻസ് കളിപ്പിക്കുക അല്ലേ, അവൻ കളിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു നാരങ്ങ ഉപയോഗിച്ച് ഒരു ലെമൺ യൂസ് ചെയ്തുകൊണ്ട് ഒരു സെല്ല് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഒരാളെ വിളിച്ചേ സാർ. ശ്രീനന്ദ, നമുക്ക് ഈ സെല്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരൊക്കെ വേണം? ലെമൺ വേണം, കോപ്പർ വയർ വേണം, അയൺ നെയിൽ വേണം, പിന്നെ ശ്രീനന്ദയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ശ്രീനന്ദയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ചെറിയ ഒരു വീഡിയോ കാണാം. വരുന്നില്ലല്ലോ, കഴിഞ്ഞ എത്ര ഉള്ള ഇങ്ങോട്ടും വരട്ടെ. ഓക്കെ, നമ്മളൊരു നാരങ്ങ എടുത്തു. ആദ്യം നമ്മളൊരു നെയിൽ കുത്തിക്കയറ്റി, പിന്നെ ഒരു കോപ്പർ വയറും കുത്തിക്കയറ്റി. അതിൻ്റെ 2 എൻഡിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട്, മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ടുള്ളൊരു ഡിവൈസ് ആണ് കേട്ടോ. ആ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ യെസ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്. ആ മൾട്ടിമീറ്ററിൽ റീഡിങ്സ് കാണാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സംഭവം എന്ന് പറയുന്നത്.
ലെമൺ ജ്യൂസ് ആക്ട്സ് ആസ് ആൻ ഇലക്ട്രോലൈറ്റ്. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആളാണ്. നമ്മൾ നേരത്തെ സോഡിയം ക്ലോറൈഡിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലിക്വിഡ് ആണ് നമ്മുടെ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് സംഭവം പിടികിട്ടിയാലോ, എങ്ങനെയായിരിക്കും ഇലക്ട്രിസിറ്റി ഫോം ചെയ്തെന്നുള്ളത്? ഒരാൾ വിളിച്ചോ സാർ? അമേയ. ഓക്കെ, അമേയ, എങ്ങനെയായിരിക്കും ഇപ്പോ ഇലക്ട്രിസിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവുക? ലെമൺ ജ്യൂസ് നമ്മളുടെ വയറിലും നമ്മളുടെ നെയിലും ആക്ട് ചെയ്തിട്ട് നമ്മളുടെ വയറിലും നമ്മുടെ നെയിലും, നമ്മുടെ വയറിലും നമ്മുടെ നെയിലും അതല്ല. ആ ഓക്കെ. അപ്പൊ എന്താണ് നമ്മൾ എക്സ്പെരിമെന്റിന് എന്തൊക്കെയാ ചെയ്തത്? ലെമൺ എടുത്തു, ഒരു അയൺ നെയിൽ വെച്ചു, അയൺ നെയിൽ അതിലേക്ക് നന്നായിട്ട് പിയേഴ്സ് ചെയ്ത് ഇറക്കി, പിന്നെ ഒരു വയറ്, കോപ്പർ വയർ. പ്രാർത്ഥന അതായാലും മതി. പ്രാർത്ഥന ചോദിക്കുകയാണേ, മിസ്സേ ഒരു ബാറ്ററി വാങ്ങിച്ചാൽ പോരെ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അതും ശരിയാണ്, പക്ഷെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്തു നോക്കാലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു നാരങ്ങ എടുത്തു, ലെമൺ എടുത്തു. ലെമണിലേക്ക് നമ്മൾ ആദ്യം ഒരു അയൺ നെയിൽ അല്ലേ, ഒരു ഇരുമ്പിന്റെ ഒരു ആണി കുത്തിയിറക്കി. അതിനുശേഷം നമ്മൾ ഒരു കോപ്പറിന്റെ ഒരു വയറും കുത്തിയിറക്കി. അപ്പൊ 2 ഡിഫറെന്റ് ഇലക്ട്രോഡ് ആയില്ലേ? ഒരെണ്ണം നമ്മുടെ അയൺ നെയിലാണ് ഒരു ഇലക്ട്രോഡ്, അടുത്ത നമ്മുടെ കോപ്പർ ആണ് ഒരു ഇലക്ട്രോഡ്. പിന്നെ ഇലക്ട്രോലൈറ്റ് ആരാണ് ഇവിടെ? നമ്മുടെ നാരങ്ങയാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. നാരങ്ങയിലുള്ള ആസിഡ് ഏതാണെന്ന് അറിയോ? എനിവൺ? നാരങ്ങയിൽ ഒരു ആസിഡ് ഉണ്ട്, ആർക്കെങ്കിലും അറിയാമെങ്കിൽ? അപ്പൊ അറിയാത്ത ആൾ വിളിച്ചോ സാർ. ഏതെങ്കിലും ആസിഡിന്റെ പേര് കേട്ട് നമുക്ക് ചിരിക്കാലോ. വിളിച്ചോ. നാരങ്ങയിലുള്ള ആസിഡ്, ലെമണിലുള്ള ആസിഡ് ഏതാണ്? ഞാൻ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ സി സിട്രിക് ആസിഡ്, ഓപ്ഷൻ ഡി ഓക്സാലിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ്, യെസ്. ഓക്കെ, നാരങ്ങയിലുള്ള ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. അടുത്ത ആളെ വിളിച്ചോ സാർ. പ്രഗ്യ. ഓക്കെ, യെസ്, കറക്റ്റ് അല്ലേ? ആൻസർ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ലാക്റ്റിക് കറക്റ്റ് അല്ലേ? ഏതാണ്? സിട്രിക് ആസിഡാ. ഒരാൾ പറയുന്നത് ലാക്റ്റിക്, ഒരാൾ പറയുന്നത് സിട്രിക്, ഞാൻ പറയുന്നത് അസറ്റിക്. അപ്പൊ ശരിക്കും ഏതാണ്? കൺഫേം ചെയ്യാൻ ഇപ്പൊ ആരെങ്കിലും വേണോല്ലോ? ധ്രുവേ, നീ പറയ ഏതാണോ അത് നമ്മള് ഇന്ന് തൊട്ട്, ഇനി അതല്ലെങ്കിലും ഇന്ന് മുതൽ അതായിരിക്കും നമ്മുടെ ആസിഡ്. സിട്രിക് ആസിഡ്, യെസ്. ഓക്കെ, യെസ്, സിട്രിക് ആസിഡ് ആണ് നമ്മുടെ നാരങ്ങയിലുള്ള ആസിഡ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ചോദിക്കാൻ തോന്നി. ഒരാളെ കൂടി വിളിച്ചോ. അനാദ്യ. ഇപ്പൊ എന്തായാലും കെമിസ്ട്രി ക്ലാസ് അല്ല, അതുകൊണ്ട് ചോദ്യത്തിന്റെ ആവശ്യമില്ല. എന്നാലും ചോദിക്കട്ടെ, നമ്മുടെ ഉറുമ്പൊക്കെ കടിച്ചാൽ നമുക്ക് വേദന എടുക്കില്ലേ? ഉറുമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? ഉറുമ്പ് ആസിഡ് ഫോം ചെയ്യുന്നു അല്ലേ? അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് ഓർക്കാൻ. ഏത്? എന്താണ് പുതിയ ആസിഡിന്റെ പേരൊക്കെ കണ്ടുപിടിച്ചു തോന്നുന്നു. ഓക്കെ, ഉറുമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ് ഗായ്സ്? ഒരാളെ കൂടി വിളിച്ചേ. അറിയാൻ പറ്റും എല്ലാവർക്കും, എന്നാലും വെറുതെ ചോദിച്ചാണ്. വേര് പറഞ്ഞോടാ. ഉറുമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? ആസറ്റിക് ആസിഡ്. അപ്പൊ ഇനി ഉറുമ്പില് ഇട്ട് വെച്ചാൽ മതി, നെല്ലിക്കയും പുളിയൊക്കെ. വിനിഗർ ആണ്. അപ്പൊ ഉറുമ്പിന്റെ ആസിഡ് അറിയില്ല? എനിവൺ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? മലബാറി ആസിഡോ? എന്ത്? നല്ല പരിചയമുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ പരിചയം ഉണ്ടായിട്ടും കിട്ടുന്ന വേറെ ആരോ ഉണ്ടല്ലോ ഇവിടെ. ആരാണത്? വിളിച്ചോ. നേത്ര പറഞ്ഞോ. ഏത്? ഈ അസറ്റിക് പറയാനാണോ നീ ഇത്ര ആകാംക്ഷയോടെ വന്നത്? അസറ്റിക് അല്ല. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. ഉറുമ്പിന്റെ ആസിഡ് അറിയാണ്ട് ഇരിക്കണ അവള്. അല്ല, അടുത്ത ആൾ വിളിച്ചോ. ആരോൺ. എടാ, ഉറുമ്പിന്റെ ആസിഡ് ഏതാണ്? അറിയില്ല. അടുത്ത ആൾ വിളിച്ചോ. അമീൻ, പറയൂ. ഉറുമ്പിന്റെ ആസിഡ്. അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഒരാൾ മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്ക് കുറച്ച് പേര്, സ്റ്റീവും അതുപോലെ അപ്പുറത്താരായിരുന്നു സാർ? ഉദിത്ത്, വിനായക്. അപ്പുറത്താരായിരുന്നു സാർ? അമീന.
അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു ഇവിടെ കറക്റ്റ് ആൻസർ പിടിച്ച് ഇരിക്കുന്നവര്. പക്ഷെ നമുക്ക് ഇപ്പൊ ആൻസർ കിട്ടിയെന്ന് അറിയുന്നതായിരുന്നു അമീൻ്റെ ആയിരുന്നു. ഓക്കെ, അപ്പോ ഫോമിക് ആസിഡ് ആണ് നമ്മുടെ ഉറുമ്പ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സിട്രിക് ആസിഡ് ആണ്. ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ആ ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ 2 ഇലക്ട്രോഡുകൾ, ആരൊക്കെയായിരുന്നു ആ 2 ഇലക്ട്രോഡുകൾ? ഒരാളെ കൂടി വിളിച്ചോ സർ. മരിയ. ആരൊക്കെയായിരുന്നു ആ 2 ഇലക്ട്രോഡുകൾ? സിട്രിക് ആസിഡിലേക്ക് ഇറക്കി വെച്ച 2 ഇലക്ട്രോഡുകൾ ആരൊക്കെയായിരുന്നു? അയ്യോ, മറ്റേ 2 ഇലക്ട്രോഡ്സ് അല്ലേ? 2 ഇലക്ട്രോഡ്സ് ആണല്ലോ. അത് ആരൊക്കെയായിരുന്നു? അയ്യോ അയ്യോ, പുള്ളി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ 10 അയ്യോ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഒരാള് അയേൺ ആയിരുന്നു. രണ്ടാമത്തെ ആൾ ആരായിരുന്നു? സാർ അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് വിളിച്ചത്. ഓക്കെ, ക്ലാസിന്റെ ഹാഫ് ആയിട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? ക്ലാസിന്റെ ഹാഫ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ക്ലാസിന്റെ ഫസ്റ്റ് ഹാഫിൽ എടുത്ത കാര്യങ്ങളൊക്കെ കിട്ടുമോ? ചിലപ്പോ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും അടിപൊളി അല്ലേ, സെക്കൻഡ് ഹാഫ് സിനിമയുടെ ഇതിലേക്കായി പോയി. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ വീഡിയോ ചോദിക്കണം. എന്നിട്ട് അതിരുന്ന് കണ്ടിട്ട് വേണം ഇനി അടുത്ത ക്ലാസ്സിൽ കയറാൻ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, യെസ്. അടുത്ത വിളിച്ചോ സർ. ഋഷിക. ഓക്കെ, ഇവിടത്തെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആരാണ്? ഇലക്ട്രോലൈറ്റ് ആരാണ്? സിട്രിക് ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ലെമൺ. ഓക്കെ, ഇനി ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്ന 2 ഇലക്ട്രോഡുകൾ ആരാണ്? കോപ്പർ വയറും ഓക്കെ, കോപ്പർ വയറും അയേൺ നെയിലും അല്ലേ. അപ്പൊ ഒരാള് അയേൺ ആയിരിക്കും, ഒരു ഇലക്ട്രോഡ് അയേൺ ആയിരിക്കും. ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കോപ്പർ ആയിരിക്കും. ആരാണത്? ആരോൺ. യെസ്, ആരോന്റെ 2 കൈ ഒന്ന് പൊക്കി. മിടുക്കൻ. ഓക്കെ, ആരോണൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. എവിടെ പോയാ? യെസ്, ആരോൺ നമ്മള് നാരങ്ങയൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ചെറിയൊരു എന്താണ് സെല്ല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആരാണ് അവിടെ? നെയ്ലി ഇലക്ട്രോലൈറ്റ് അല്ലേ? അപ്പൊ നാരങ്ങക്ക് എന്താ റോള്? നാരങ്ങ ഇലക്ട്രോലൈറ്റ്. പിന്നെ ഇലക്ട്രോഡുകൾ ആരൊക്കെയാണ്? എന്ത് വയറ്? കോപ്പർ വയർ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ മൈൻഡിലേക്ക് അതങ്ങ് പഠിച്ചു കയറ്റാ. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ സെല്ലാണ്. അതിന്റെ ഇലക്ട്രോലൈറ്റ് നമ്മുടെ പാവം നാരങ്ങയാണ്. അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന 2 ഇലക്ട്രോഡുകൾ ആരൊക്കെയാണ്? കോപ്പർ, അയൺ. കോപ്പർ, അയൺ, അത്രയും ഓർത്താ മതി. കോപ്പർ, അയൺ, നാരങ്ങ. കോപ്പർ, അയൺ, നാരങ്ങ. ഓക്കെ, ഒരുമിച്ച്. കോപ്പർ, അയൺ, നാരങ്ങ. കോപ്പർ, അയൺ, നാരങ്ങ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന്റെയാണ്. സ്റ്റീവ് അല്ല, ഇപ്പുറത്ത് താഴെ സെക്കൻഡ് റോയിൽ 4ാമത്തെ. അതാ രഘുവേദിനെ വിളിച്ചു സാർ. യെസ്. എടാ ഒന്നുകൂടെ ഒന്ന് ചെയ്തേടാ. ഞാനിപ്പോ ചെയ്തത് കോപ്പർ, അയൺ, നാരങ്ങ. ഒന്ന് ചെയ്തേ. വിത്ത് സ്റ്റെപ്സ് ആണ്ടാ. ഇതിങ്ങനെയൊക്കെയാണ് ആളുടെ എക്സ്പ്രഷൻസ്. ഓക്കെ, യെസ്. അപ്പോ ഇലക്ട്രോലൈറ്റ് ആയി, നമ്മുടെ ഇലക്ട്രോഡുകളായി. ആൻഡ് connecting several lemon cells in series can light up an LED. നമ്മൾ ഒരു നാരങ്ങ മാത്രമേ ഉള്ളൂ, ഒരു നാരങ്ങ വെച്ച് മാത്രം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഒരു LED-നെ ഗ്ലോ ചെയ്യിക്കാനും മാത്രം ഇലക്ട്രിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ലെമൺ ഇങ്ങനെ നിരത്തി ഇങ്ങനെ സീരീസ് ആക്കി വെച്ച് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് LED ഒക്കെ ഗ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും, പക്ഷേ LED-നെയൊക്കെ ഗ്ലോ ചെയ്യിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചധികം ഇലക്ട്രിസിറ്റി വേണം. അങ്ങനെ കുറച്ചുകൂടി ഇലക്ട്രിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ പോരാ, 2 നാരങ്ങ പോരാ, 3ാമത്തെ നാരങ്ങയുടെ പകുതി കൂടി വേണം. ഓക്കെ, ഒരാൾ വിളിച്ചു സാർ. ഉദിത്തിന് ഡൗട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഉദിത്തിന് വിളിച്ചോ. യെസ്, എന്തായി ഡൗട്ട്? മിസ്, അതിലെ LED അല്ലേ ഏറ്റവും കുറവ് കറണ്ട് വലിച്ചെടുക്കുക? യെസ്, LED ആണ്. അപ്പോ 2 നാരങ്ങ കൊണ്ട് LED കത്തിക്കാൻ പറ്റില്ലേ? 2 നാരങ്ങ മതിയാവും അല്ലേ? 2 നാരങ്ങ മതി, LED കത്തിക്കോളും.
അതാണ് ഡൗട്ട്? ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഒരാളെ കൂടി വിളിച്ചു സർ. സ്റ്റീവ്, ഡൗട്ട് ഉണ്ടോടാ? എന്തേ? ഇലക്ട്രോലൈറ്റ് എടാ, നീ നാരങ്ങയുടെ ജ്യൂസ് ഒക്കെ കുടിക്കാറുണ്ടോ? കുടിക്കാറുണ്ടെങ്കിൽ കുടിച്ചോ. എന്നിട്ട് അത് വായിലോട്ട് ഒഴിച്ചിട്ടേ ഒരു എണ്ണയിലും ഒരു കോപ്പർ വയർ വെച്ച് നോക്ക്, അപ്പൊ അറിയാം. അങ്ങനെ ചെയ്യല്ലേട്ടാടാ. ഇലക്ട്രിസിറ്റി, ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നാരങ്ങയാണ്. എത്ര നാരങ്ങ വേണം നമുക്ക് LED ഗ്ലോ ചെയ്യിക്കാൻ? ഒരാളെ കൂടി വിളിച്ചോ. അൻവിത, LED ഗ്ലോ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എത്ര നാരങ്ങ വേണം? 5 നാരങ്ങ. ഇത് 5 നാരങ്ങയാണ്. ഇത് 5 നാരങ്ങ ഉണ്ടോ സാർ? ഇത് ഇല്ല, ഇത് 5 നാരങ്ങ ഇല്ല. ഗായ്സ്, സൂക്ഷിച്ചു നോക്ക്, ഇത് എത്ര നാരങ്ങ ഉണ്ട്? ഒരെണ്ണത്തിന്റെ പകുതിയും. യെസ്, ഇത് മുറിച്ചാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഹാഫ്, ഇതൊരു ഹാഫ്, അപ്പൊ 1 ആയി. ഹാഫ് 1 ആയി, പിന്നെ ഒരു ഹാഫ് കൂടി. ഓക്കെ, അപ്പൊ 2.5 അല്ലേ? അത്രയും മതി. എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ LED ഗ്ലോ ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇഫ് ദ LED ഡസ് നോട്ട് ഗ്ലോ അറ്റ് ഫസ്റ്റ്, നമ്മൾ ആദ്യം കറക്റ്റായിട്ട് കണക്ട് ഒക്കെ ചെയ്ത് നമ്മുടെ കോപ്പർ വയറും അതുപോലെ അയൺ ഒക്കെ വെച്ചിട്ട് നേരെ LED കണക്ട് ചെയ്തു. അപ്പൊ അത് ഗ്ലോ ചെയ്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തതൊക്കെ തെറ്റിപ്പോയിന്ന്. ആരും വിഷമിക്കണ്ട, നമ്മുടെ LED ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. ഓക്കെ, LEDക്ക് 2 കാലുണ്ട്, കണ്ട? ഒരു കാല് ഇത്, ഒരു കാല് ഇത്. ഇതിൽ ഒരു കാല് പോസിറ്റീവ് ആയിരിക്കും, ഒരു കാല് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒരു കാല് പോസിറ്റീവ് ആയിരിക്കും, ഒരു കാല് നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും ഇലക്ട്രിസിറ്റി പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടും നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, അങ്ങനെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്താലായിരിക്കുള്ളൂ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലാസ്റ്റ് നമ്മുടെ കറണ്ട് കിട്ടുള്ളൂ. അതേസമയം നമ്മുടെ LED നമ്മൾ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടും. അങ്ങനെ വന്നാൽ ഇലക്ട്രിസിറ്റി കിട്ടൂല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഇലക്ട്രിസിറ്റി എന്താ പറയുക, LED ഗ്ലോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഒന്ന് തിരിച്ചു വെക്കാം കേട്ടോ. അതിൻ്റെ ടെർമിനൽസ് ഒന്ന് തിരിച്ചു വെക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്തോളും, നമ്മുടെ ഇലക്ട്രിസിറ്റി ഗ്ലോ ചെയ്തോളും. ഒരാളെ കൂടെ വിളിച്ചോ. ഒരു കാലം എന്താ ചെറുതെന്ന് എടാ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ LED എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ LED. വേറെ കളർ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ LED ബൾബ് എന്ന് വിചാരിക്കാം. ഒരു കാല് വലുതാണ്, ഒരു കാല് ചെറുതാണ്. നടക്കുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും, പക്ഷേ നമുക്ക് ശരിക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കാല് വലുതും ഒരു കാല് ചെറുതും. ഓക്കെ, ഈ വലിയ കാലാണ് പോസിറ്റീവ്. വലുതെന്ന് പറയുമ്പോൾ എന്താ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് വലുതല്ലേ? വലിയ കാല് പോസിറ്റീവ്, ചെറിയ കാല് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇനി മുതൽ നിങ്ങളുടെ കയ്യിൽ വല്ല LED ബൾബോ അല്ലെങ്കിൽ വല്ല കപ്പാസിറ്ററോ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാല് പോസിറ്റീവും ചെറിയ കാല് നെഗറ്റീവ് ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, ഇനി നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യില്ലേ ലാബിൽ പോയിട്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്കൊന്നും അറിയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് 8ാം ക്ലാസ്സിലേ അറിയാമല്ലേ വലിയ കാല് പോസിറ്റീവ് ആണ്, ചെറിയ കാല് നെഗറ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ബൾബ് ക്ലോ ചെയ്തില്ലെങ്കിൽ ഒന്ന് തിരിച്ചു വെക്കാം. ഓക്കെ, ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്തോളും, ബൾബ് ഗ്ലോ ചെയ്തോളും. ബിക്കോസ് പൊളാരിറ്റി മാറ്റേഴ്സ്. ഓക്കെ, പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് അവിടെ പ്രശ്നമാണ്. ഒരാൾ വിളിച്ചോ സാർ. യെസ്, വിത്ത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് പ്ലസിൽ നിന്ന് മൈനസിലോട്ടോ മൈനസിൽ നിന്ന് പ്ലസിലോട്ടോ? പ്ലസിൽ നിന്ന് മൈനസിലോട്ട്. അതുപോലെ തന്നെ നമ്മളൊരു ബൾബിന്റെ പോസിറ്റീവിന് ഇലക്ട്രിസിറ്റിയുടെ പോസിറ്റീവിലോട്ടും അതുപോലെ തന്നെ LEDയുടെ നെഗറ്റീവിന് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ നെഗറ്റീവിലോട്ടും വേണം കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ഓക്കെ, അതായത് നമ്മൾ ബൾബ് തിരിച്ച് കണക്ട് ചെയ്യരുത്. തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യില്ല. ഓക്കെ, ഇനി എല്ലാവരും ഓൾ സ്റ്റാൻഡ് അപ്പ്. ചാടി എണീക്കാം. ചാടിയും പറന്നും ചിരിച്ചും കളിച്ചും എല്ലാം. ഹന്ന, ഞാനും ഹന്നയും കൂടി എന്ത് ചെയ്യാണ്? ഒരു ചെറിയ സെല്ല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അയണ്ണയിലും കോപ്പർ വയറും ഞാൻ കൊണ്ടുവരാം, നാരങ്ങ ഹന്ന കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ നാരങ്ങയൊക്കെ കിട്ടി, നാരങ്ങയൊക്കെ മുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ സെല്ല് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോപ്പർ വയറും അയണ്ണയിലൊക്കെ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി LED ഗ്ലോ ചെയ്തില്ല. ഓക്കെ, കാരണം ഞാനല്ല, ഹന്നയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, വിളിച്ചോ. ഹന്ന എവിടെ? ഹന്ന
ഹന്നിങ്ങിനെയൊക്കെ മിസ്സേ അത് വേണമായിരുന്നാ. ഓക്കെ, ഗ്ലോ ചെയ്തില്ല. വൈ? ഓ സൗണ്ട് ഇല്ലേ? സംസാരിക്കുന്നത് കേൾക്കുന്നില്ലടാ ഹന്ന. പോളാരിറ്റി മാറ്റേഴ്സ്. വേറൊന്നുമില്ല സാർ, ഒരൊറ്റ ഡയലോഗാണ്, പോളാരിറ്റി മാറ്റേഴ്സ്. ഓക്കെ, അപ്പോ ഇലക്ട്രിസിറ്റി ഗ്ലോ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ LED-നെ ഒന്ന് എന്താ ചെയ്യേണ്ടത്? റിവേഴ്സ് ചെയ്ത് വെച്ചാൽ മതി അല്ലെ, തിരിച്ചു വെച്ചാൽ മതി. ഓക്കെ, പ്ലസും മൈനസും ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ സെല്ല് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ LED നന്നായിട്ട് ഗ്ലോ ചെയ്തോളും. ഓക്കെ ആണ്, അടിപൊളിയാണ്, സൂപ്പർ ആണെങ്കിൽ മാത്രം വിത്ത് പവർ ഇട്ടാ, വിത്ത് പവർ നന്നായി ഷേക്ക് ചെയ്തോ, നന്നായി ഷേക്ക് ചെയ്തോ. യെസ് യെസ് യെസ്, ചില്ലിംഗ് മോഡ്, ചില്ലിംഗ് മോഡ്. ചാപ്റ്റർ കഴിയാണ് ഗൈസ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവർക്കും ബ്രേക്കിന് പോവാ കേട്ടോ. ഒരാളൊഴികെ. ആ ആളുടെ പേരെന്താണ് സാർ? അർഷിക്. അർഷിക് അല്ലേ? അർഷിക് മാറിക്കൊണ്ടിരുന്നത് മിസ് കിട്ടുണ്ണി എവിടെ? ഹുയിസ് കിട്ടുണ്ണി? ആ കിട്ടുണ്ണിയോ? ഇവിടെ കിട്ടുണ്ണി ഇല്ല, കുഞ്ഞുണ്ണിയൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ കിട്ടുണ്ണി ഇല്ല. പ്രാർത്ഥന ആരാണ് കിട്ടുണ്ണി? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു അടിപൊളി പേരൊക്കെ പറഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കിട്ടുണ്ണി ഇല്ല, അഖിൽ കുട്ടു ഉണ്ട്. വേണോ? ഏലിയനോ? ഓ യെസ്, ഏലിയൻ. ഓ നമ്മുടെ ആദ്യത്തെ ഏലിയൻ അല്ലേ? ഓക്കെ, യെസ്, ഞാനിപ്പോ ഓർക്കുന്നു. ഓക്കെ, ഇവരൊക്കെ അതിന്റെ പേര് ഓർത്തിരിക്കുകയാണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് നമ്മളൊരു സെല്ല് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ നാരങ്ങയൊക്കെ യൂസ് ചെയ്തിട്ട്. നാരങ്ങ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആണ്. അതിലേക്ക് നമ്മൾ 2 ഇലക്ട്രോഡുകൾ ഇറക്കി വെക്കുന്നുണ്ട്. അത് ആരൊക്കെയാണ്? ആ പേര് എനിക്കൊന്നുകൂടെ വേണമല്ലോ, മറന്നു പോകരുത്, അതുകൊണ്ടാണ്. വിനായക് നമ്മൾ 2 ഇലക്ട്രോഡ് ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്. അവരുടെ പേരെന്താണ്? കോപ്പർ വയറും അയൺ നെയിലും അല്ലേ? ഓക്കെ, കോപ്പറും അയണും ആണ് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നാരങ്ങയിലുള്ള സിട്രിക് ആസിഡും നമ്മുടെ കോപ്പറും അയണൊക്കെ ചേർന്ന് എന്ത് നടക്കും അവിടെ? എന്ത് നടക്കും? ഒച്ചയിലൊന്ന് പറഞ്ഞേ, എന്ത് നടക്കും അവിടെ? കെമിക്കൽ റിയാക്ഷൻ നടക്കും അല്ലെ? ഈ കെമിക്കൽ റിയാക്ഷൻ കാരണം എന്ത് ഫോം ചെയ്യും? ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും. ആ ഇലക്ട്രിസിറ്റി കാരണം നമ്മുടെ ആര് ഗ്ലോ ചെയ്യും? നമ്മുടെ ഒച്ചയിൽ പറ, LED ഗ്ലോ ചെയ്യും. യെസ്, ഓക്കെ. ഇനി LED ഗ്ലോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് വെച്ചാൽ മതി. കാരണം പൊളാരിറ്റി മാറ്റേഴ്സ്. ഓക്കെ, ഏത് പോളാണ് വെച്ചിരിക്കുന്നത്, പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതൊന്ന് തിരിച്ചു വെച്ചാൽ മതി. നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിനകത്ത് ഇത്രയും കാര്യം മാത്രം പഠിച്ചാൽ മതി. ഇത്രയും കാര്യം മാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ പുറത്തുനിന്ന് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് പൊളാരിറ്റി മാറ്റർ, അതിന്റെ റീസൺ ഒന്നും പഠിക്കാനില്ല നിങ്ങൾക്ക്. സിമ്പിൾ. വാവ്, ഞാനൊക്കെ പഠിച്ചത് ഇപ്പോൾ കുറേ ഉണ്ടായിരുന്നു ഇതൊക്കെ. ഇപ്പൊ ഇതിന്റെ റീസണും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഒരാൾ വിളിച്ചോ സാർ? ഉദിത്തിന് അഗെയിൻ ഡൗട്ട്. ഇവന് കഴിഞ്ഞ ക്ലാസ് വരെ ഇത്രയും ഡൗട്ട് ഉണ്ടായില്ല. പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും ഡൗട്ട് വന്നത്? ഉദിത്ത് എന്തായി ഡൗട്ട്? നമുക്കും നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവില്ലേ ബോഡിയില് വെച്ച്, അപ്പൊ നമുക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ടായില്ലേ, ബലൂൺ ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത്, അത് ആക്റ്റീവ് ആവുമ്പോ ഹീറ്റിംഗ് എഫക്ട് അങ്ങനെ ആക്കാൻ പറ്റില്ല. ഇലക്ട്രോലൈറ്റ് ആക്റ്റീവ് ആവും, ഒന്നുകൂടെ പറഞ്ഞടാ. അതായത് നമ്മുടെ ബോഡി ഇലക്ട്രോലൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ബലൂൺ വെച്ച് തലമാക്കുമ്പോ ആക്ടിവിറ്റി ഉണ്ടാവില്ലേ, ഒരു ആക്ടിവിറ്റി ഉണ്ടായില്ലേ, ഇലക്ട്രോലൈറ്റ് എന്തോ സ്റ്റവ് കത്തിക്കുക അങ്ങനെ, അപ്പൊ അത് ഹീറ്റിംഗ് നടക്കും. ഇലക്ട്രോലൈറ്റ് കൊണ്ട് ഹീറ്റിംഗ് എഫക്റ്റ് ആവുമെന്നോ? ഹീറ്റിംഗ് എഫക്റ്റിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് അല്ലേ, ലിക്വിഡ് ഫോമിൽ ഇരുന്നു കൊണ്ട് അത് ഹീറ്റിംഗ് എഫക്റ്റിലോട്ട് പോകുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പക്ഷെ എന്തായാലും നമ്മൾ ഓവറായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീറ്റായിട്ട് മാറും. ഓക്കെ, യെസ്, ഓക്കെ. ഓഫ്, വെറൈറ്റി ഡൗട്ടുകളാണല്ലോ. കൊള്ളാം, എന്തായാലും എനിക്കിഷ്ടമായി. വാവ്, കുറേ ബാറ്ററി പെറുക്കി എടുത്തോ. റിമോട്ടിലൊക്കെ ബാറ്ററി കുറവുണ്ടെങ്കിൽ പെറുക്കി എടുത്തോ. എനിക്ക് പച്ച, നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യാറുള്ള ബാറ്ററി ഇല്ലേ സാർ? ഇന്നും നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ റിമോട്ട്, നമ്മുടെ AC-യുടെ റിമോട്ടിൽ നിന്ന് ചിലപ്പോൾ ബാറ്ററി ഊരിയെടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പറയേണ്ട താമസം സാറിത് റിമോട്ടൊക്കെ തല്ലിപ്പൊളിച്ച് ബാറ്ററി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബാറ്ററി ഇല്ലേ, സാധാരണ സെല്ലില്ലേ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രൈ സെൽ. ആർക്കെങ്കിലും എനി ഗസ്, എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്തായിരിക്കും അതിന്റെ പേര് ഡ്രൈ സെൽ എന്ന് വരാൻ കാരണം? ഓക്കെ,
ഒരാളെ വിളിച്ചോ സാർ. കുറേ ഗസ്സുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായിരിക്കും അത് ഡ്രൈ സെല്ലായത്? ഇത് Electrolyte will be dry. മിടുക്കാൻ, അടിപൊളി അടിപൊളി. നമ്മുടെ ഇലക്ട്രോലൈറ്റ് നമ്മൾ നേരത്തെ ഇത്ര നേരം പഠിച്ചപ്പോൾ ഇലക്ട്രോലൈറ്റ് ലിക്വിഡ് ആയിരുന്നില്ലേ, ലിക്വിഡ് ഫോമിലായിരുന്നല്ലേ. സിട്രിക് ആസിഡ് ലിക്വിഡ് ആയിരുന്നു, നേരത്തെ പഠിച്ചതൊക്കെ ലിക്വിഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കില്ല, അതൊരു പേസ്റ്റ് ഫോമിലായിരിക്കും. ഒരു പേസ്റ്റ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. കംപ്ലീറ്റ്ലി സോളിഡ് അല്ല, പക്ഷേ ഒരു പേസ്റ്റ് പോലെ ആ ഒരു ഫോമാറ്റിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡ്രൈ സെൽ എന്ന് പറയുന്നത്. ആ ഒരു വെറ്റ്നെസ് ഇല്ലേ, ആ ഒരു ലിക്വിഡ് ഫോം ഇല്ലാത്തതുകൊണ്ടാണ് ഡ്രൈ സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി ഡ്രൈ സെല്ലാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരാൾ വിളിച്ചു സാർ, എനിക്ക് വായിക്കാൻ. വേദ്, കയ്യിൽ സെല്ലുണ്ടോ? കയ്യിൽ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, പറഞ്ഞോ, വായിച്ചോ. The dry cell is the most commonly used battery in daily life, like in torches, clocks, TV remotes. It is called dry because its electrolyte is not a liquid but a moist paste. ഓക്കെ, യെസ്, അത്രയേ ഉള്ളൂ. ഡ്രൈ സെൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള സെല്ലാണ്. ഓക്കെ, ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ടോർച്ചിൽ, ക്ലോക്കിൽ, TV റിമോട്ടിൽ, ഇതിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഡ്രൈ സെൽ എന്ന് പറയുന്നത്. അത് ഡ്രൈ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെ ഇലക്ട്രോലൈറ്റ് ലിക്വിഡ് ആയിരിക്കില്ല, അതൊരു മോയിസ്റ്റ് പേസ്റ്റ് ഫോമിലായിരിക്കും. ഓക്കെ, ലിക്വിഡ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് അതിനെ ഡ്രൈ സെൽ എന്ന് വിളിക്കാൻ കാരണം. ഇത്രയും ഒന്ന് വേഗം എഴുതിയടാ, ഇത്രയും ഒന്ന് വേഗം എഴുതിയേ. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ. സിമ്പിൾ ആണെങ്കിൽ ഒന്ന് വിക്ടറി കാണിച്ച്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിക്ടറി കാണിച്ചോ നിങ്ങൾ. സിമ്പിൾ അല്ലേ? സിമ്പിൾ എവിടെ സിമ്പിൾ അല്ലേ? ടഫാണോ? വിക്ടറി വരുന്നില്ലല്ലോ. എവിടെ? ആ, ഓക്കെ, സൂപ്പർ. ഓക്കെ, വേഗം എഴുതാ. ഇത് കണ്ടോ? ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമ്മുടെ ബാറ്ററിയുടെ ഒരു സൈഡ് പോസിറ്റീവ് ആയിരിക്കും, ഒരു സൈഡ് നെഗറ്റീവ് ആയിരിക്കും. അതെങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ഒരാൾ വിളിച്ച്. ഋഗ്വേദ്, നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും എങ്ങനെയാണ് നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്നത്? പോസിറ്റീവ് പുറത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും. നെഗറ്റീവ് ഫ്ലാറ്റ് ആയിരിക്കും അല്ലെ? ഓക്കെ അല്ലേ? യെസ്, ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കണ്ട, ഈ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോർഷനാണ് ഇവിടെ പോസിറ്റീവ്, ഫ്ലാറ്റ് ആയിട്ടുള്ളത് നെഗറ്റീവ്. ഓക്കെ, ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ നേരത്തെ കണ്ട പോലെ ഇലക്ട്രോലൈറ്റിലേക്ക് രണ്ട് എന്താ പറയുക പ്ലേറ്റ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ ഒന്നും അല്ല നമ്മുടെ ബാറ്ററിക്ക് അകത്ത്. ശരിക്കും അവിടെ ഇലക്ട്രോലൈറ്റും ഉണ്ട്, ഇലക്ട്രോഡുകളും ഉണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ ഒരു സ്ട്രക്ചർ അല്ല ഇവിടെ ഉള്ളത്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് കണ്ടോ, ഈ വലിയ പോർഷൻ, ഇത് കണ്ടോ, ഇത്രയും പോർഷൻ, ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അത് ലിക്വിഡ് ആണോ? അവിടെ ഒരാളെ വിളിച്ച്. ഹരിനന്ദ, നമ്മുടെ ഈ ബാറ്ററിക്ക് അകത്തുള്ള ബാറ്ററി പൊളിച്ചിട്ടോ നമ്മള്? ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബാറ്ററിക്ക് അകത്തുള്ള ഇലക്ട്രോലൈറ്റ് ലിക്വിഡ് ആണോ? പേസ്റ്റ് ഫോമിലാണല്ലേ? ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഈ ഇലക്ട്രോലൈറ്റിന്റെ ചുറ്റിനുമായിരിക്കുള്ളൂ നമ്മുടെ ഒരു ഇലക്ട്രോഡ്. കണ്ട, ഈ സിങ്ക് എന്ന് പറയുന്ന സിങ്ക് കണ്ടെയ്നറിന് കൊടുത്തിരിക്കുന്നുണ്ടോ? ആ സിങ്ക് ആണ് ഇവിടെ ഒരു ഇലക്ട്രോഡ്. ഓക്കെ, സർപ്രൈസ് ആയല്ലോ. നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് ഇലക്ട്രോലൈറ്റിന്റെ ഉള്ളിലാണ് രണ്ട് പ്ലേറ്റ് മുക്കി വെച്ചിരിക്കുന്നതെന്നാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ബാറ്ററിക്ക് അകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഇലക്ട്രോഡിന്റെ ഉള്ളിലായിരിക്കുള്ളൂ നമ്മുടെ ഇലക്ട്രോലൈറ്റ്, അതിന്റെ ഉള്ളിലായിരിക്കുള്ളൂ രണ്ടാമത്തെ ഇലക്ട്രോഡ്. ഓക്കെ, ആദ്യം ഒരു ഇലക്ട്രോഡ്, അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അടുത്ത ഇലക്ട്രോഡ് കേട്ടോ. അപ്പം ആദ്യം സിങ്ക് ആണ്, അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റ് വന്നു, അതിൻ്റെ ഉള്ളിൽ കാർബൺ റോഡ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? കാർബൺ റോഡ്, അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇലക്ട്രോഡ്. ഓക്കെ, ഒരാളെ വിളിച്ചോ സാർ. സെറ്റ് ആയില്ലേ? കൺഫ്യൂഷൻ ആയില്ലേ? ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ആരാണ്? പ്രണവ്. യെസ്, എടാ നമ്മുടെ ബാറ്ററിക്ക് അകത്തുള്ള ആ ഒരു സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു തന്നെ. ആദ്യം ആരായിരിക്കും? ഏറ്റവും പുറത്ത് ആരായിരിക്കും? ഏറ്റവും പുറത്ത് കവറിംഗ് ആയിട്ടുള്ളത് ആരായിരിക്കുള്ളൂ? മെറ്റൽ കവറിംഗ്. അതിന്റെ ഉള്ളില് നമുക്ക് ആദ്യം വരുന്നത് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് ആണോ? ഇലക്ട്രോഡ്. അത് ഏത് ഇലക്ട്രോഡ് ആയിരിക്കും ആദ്യം വരുന്നത്? അതൊന്നും വേണ്ട, പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും വേണ്ട. നമുക്ക് രണ്ട് ഇലക്ട്രോഡ് അല്ലേ ഉള്ളത്? 1, 2. അതിവിടെ നമുക്ക് ഒരെണ്ണം സിങ്ക് ആണ്, ഒരെണ്ണം കാർബൺ ആണ്. ഒരു ഇലക്ട്രോഡ് സിങ്ക് ആണ്, ഒരു ഇലക്ട്രോഡ് കാർബൺ ആണ്. നമ്മൾ നേരത്തെ കോപ്പറും അയണും പഠിച്ചില്ലേ? അതുപോലെ ഇവിടെ ഒരെണ്ണം സിങ്ക് ആണ്, ഒരെണ്ണം കാർബൺ ആണ്. ഓക്കെ, അതിലാദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സിങ്ക് ഇലക്ട്രോഡാണ്.
ഏറ്റവും ചുറ്റിനും ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ഒരു കണ്ടെയ്നർ പോലെ ഇരിക്കും സിങ്ക് ഇലക്ട്രോഡ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇലക്ട്രോലൈറ്റ് ഇങ്ങനെ നിറച്ചു വെക്കും. ഓക്കെ, അതിൻ്റെയും ഉള്ളിലായിട്ട് നമ്മുടെ അടുത്ത ഇലക്ട്രോഡ് ആരാണ്? കാർബണെ ഇങ്ങനെ ഇറക്കി വെക്കും. ഓക്കെ, കണ്ട ഇപ്പൊ എന്തൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയല്ലേ. നേരത്തെ ചെയ്ത പോലെ അവർക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇലക്ട്രോലൈറ്റിന്റെ ഉള്ളിൽ രണ്ടെണ്ണം ഇങ്ങനെ വെച്ചാൽ പോരായിരുന്ന. ഇപ്പൊ അവരെന്താ ചെയ്തത്? സിങ്കിന്റെ ഒരു കണ്ടെയ്നർ, അതാണ് ആദ്യത്തെ ഇലക്ട്രോഡ്. അതിന്റെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ ഉള്ളിൽ കാർബണിന്റെ രണ്ടാമത്തെ ഇലക്ട്രോഡ്. ഓക്കെ ആണോ? ഒരാളെ കൂടി വിളിച്ചോ സാർ ഇത് പറയാനായിട്ട്. ദിയ ദിയ ഓക്കെ, ദിയ പറഞ്ഞോ, എങ്ങനെയാണ് ആ സ്ട്രക്ചർ വരുന്നത്? ആദ്യം ആ കണ്ടെയ്നർ എന്താണ്? മെറ്റൽ ക്യാപ്പ്. ഓക്കെ, അതല്ല, ഏറ്റവും പുറമേ ഉള്ളത് ആരാണ്? ഇലക്ട്രോഡ് ആണോ ഇലക്ട്രോലൈറ്റ് ആണോ? സിങ്ക് കണ്ടെയ്നർ എന്താണ്? ഇലക്ട്രോഡ് ആണോ ഇലക്ട്രോലൈറ്റ് ആണോ? നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, അടുത്ത ആൾ വിളിച്ചു സാർ. എടാ ഞാൻ ഒന്നുകൂടെ വിളിക്കോട്ടാടാ. ദിയ, അടുത്ത ആൾ വിളിച്ചു സാർ. വേദ് ടു പറയൂ. ആദ്യം നമുക്ക് ഇലക്ട്രോഡ് ആണോ ഇലക്ട്രോലൈറ്റ് ആണോ? ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോഡ് ആണ്. എടാ ഇത്രയും ഗസ്റ്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലേ ഉള്ളൂ. ഗൈസ് എല്ലാവരും ഒന്നും ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ പോയിന്റ്. എന്റെ മുഖത്തേക്ക് നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. എവിടെ? കണ്ണിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോ അവിടെ ഒടുക്കത്തെ എഴുത്ത്. ഇത്ര നേരം കണ്ടില്ല അവന്റെ എഴുത്ത്. എടാ കണ്ണിലോട്ട് നോക്കടാ. ലുക്ക് അറ്റ് മൈ ഐസ്. കണ്ടോ? കണ്ണ് കണ്ടില്ലേ? ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഇലക്ട്രോലൈറ്റ് ആണ് ആ ലിക്വിഡ്. ആ ലിക്വിഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 2 ഇലക്ട്രോഡ് ഇറക്കി വെക്കുന്ന സിമ്പിൾ സ്ട്രക്ചർ ആയിരുന്നു അല്ലേ? ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ ഉള്ളിൽ 2 ഇലക്ട്രോഡ്, അങ്ങനെയായിരുന്നു നമ്മുടെ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ കോപ്പറും അയണും ആയിരുന്നു നേരത്തെ ഇലക്ട്രോഡ് സൈഡ് എടുത്തത്. പക്ഷെ ഇവിടെ ഇലക്ട്രോഡുകൾ ആരൊക്കെയാണ്? സിങ്കും കാർബണുമാണ്. അതാദ്യം പഠിക്കാം. ഇവിടുത്തെ ഇലക്ട്രോഡുകൾ ആരൊക്കെയാണ്? സിങ്കും കാർബണും. ഒന്ന് ഒച്ചയിൽ പറഞ്ഞേ, സിങ്കും കാർബണും. സിങ്ക്, കാർബൺ. ഓക്കെ, യെസ്. ഇനി ഇവിടുത്തെ ഇലക്ട്രോലൈറ്റിന്റെ പേരൊന്നും പഠിക്കാനില്ല കേട്ടോ. ഇലക്ട്രോലൈറ്റിന്റെ പേരൊന്നും പഠിക്കാനില്ല. ഹായ്, സിമ്പിൾ. ഓക്കെ, ഇനി ഇവിടുത്തെ സ്ട്രക്ചർ വരുന്നത് ആദ്യം സിങ്ക് ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ ഉള്ളിൽ ആദ്യം സിങ്ക് ഇലക്ട്രോഡ്, അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ ഉള്ളിൽ കാർബൺ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ്, ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ്. അതാണ് നമ്മുടെ ഇവിടുത്തെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഒരാളെ കൂടി വിളിച്ചോ. ഓക്കെ, മരിയ, ആ സ്ട്രക്ചറിന്റെ പാറ്റേൺ ഒന്ന് പറഞ്ഞേ. ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ്. ഓക്കെ, ആദ്യത്തെ ഇലക്ട്രോഡ് ആരായിരുന്നു? സിങ്ക് കണ്ടെയ്നർ. രണ്ടാമത്തെ ഇലക്ട്രോഡ് ആരായിരുന്നു? കാർബൺ റോഡ്. മിടുക്കി, അടിപൊളി അടിപൊളി. അപ്പൊ ആദ്യം ഒരാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആൾ വിളിച്ചോ സാർ. ഇത് കറക്റ്റ് ആക്കി പറയാണ്ട് ഞാൻ ഒറ്റണത്തിനെ ഉറങ്ങാൻ വിടൂല. യെസ്, നീ പറഞ്ഞില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ആദ്യം ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ്. ആദ്യത്തെ ഇലക്ട്രോഡ് ആരാണ്? സിങ്ക് കണ്ടെയ്നർ. രണ്ടാമത്തെ ഇലക്ട്രോഡ് ആരാണ്? അതോ ഇലക്ട്രോലൈറ്റ്. അതായത് രണ്ടാമത്തെ ഇലക്ട്രോഡ് ആരാണ്? കാർബൺ റോഡ്. ഓക്കെ, അടിപൊളി അടിപൊളി. സ്ട്രക്ചർ ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ ഒന്ന് പവറുള്ള ഡബിൾ തമ്പ് കാണിച്ച്. പവറുള്ള ഡബിൾ തമ്പ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ ഗൈസ്? ഓക്കെ, ഇനി ആരും മാറ്റി പറയരുത് കേട്ടാ. ഓക്കെ, ഇപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാറ്റി പറഞ്ഞാൽ ഇടിക്കും ഞാനൊക്കെ തന്നെ. ഓക്കെ, യെസ്. അപ്പോൾ അതായത് നമ്മൾ ആ സ്ട്രക്ചർ ഒന്ന് വിശദീകരിച്ച് പഠിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സിങ്ക് കണ്ടെയ്നർ, നമ്മുടെ ആദ്യത്തെ സിങ്ക് കണ്ടെയ്നർ ആണ് ആദ്യത്തെ ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് 1, ഇലക്ട്രോഡ് 1. ഓക്കെ, ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചു. ഇലക്ട്രോഡ് 1. ഇറ്റ് ആക്ട്സ് ആസ് ദ നെഗറ്റീവ് ടെർമിനൽ. സിങ്ക് ആണ് ഇവിടെ നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നത്, നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത്രയും പഠിച്ചാൽ മതി. ഇത് എങ്ങനെ നെഗറ്റീവിൽ നിന്ന് ഇലക്ട്രോൺ ഒഴുകുന്നു, അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നു, അങ്ങനെയൊന്നും പഠിക്കാനില്ല നമുക്ക്. സിങ്ക് ആണ് നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, കാർബൺ നമ്മുടെ ഇലക്ട്രോഡ് 2, ഇലക്ട്രോഡ് 2. അതാണ് നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ, അതാണ് നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ.
ഓക്കെ, ഇറ്റ് ഈസ് അറ്റ് ദ സെന്റർ. കണ്ടോ, കാർബൺ ഏറ്റവും സെന്ററിലാണ് സറൗണ്ടഡ് ബൈ ദ പേസ്റ്റ്. ആ പേസ്റ്റ് ആരാണ് ഇവിടെ? ഇലക്ട്രോലൈറ്റ് അല്ലേ. ആ പേസ്റ്റിന്റെ സെന്ററിലായിരിക്കുള്ളൂ നമ്മുടെ കാർബൺ രണ്ടാമത്തെ ഇലക്ട്രോഡ് വരുന്നത്. ഒരാളെ കൂടി വിളിച്ചേ സാർ. അദ്വൈത്. ആദ്യത്തെ ഇലക്ട്രോഡ് ആരാണ്? ആദ്യത്തെ ഇലക്ട്രോഡ് ആരാണ്? ഇലക്ട്രോഡ് 1. ഇലക്ട്രോഡ് 1 ആരാണ്? സിങ്ക് ആണോ കാർബൺ ആണോ? കാർബൺ. അപ്പൊ ഇത്രയും നേരം ആൾ ഇവിടെ ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ നോട്ടിൽ എഴുതാൻ തന്നതൊന്ന് കാണിച്ച്, എഴുതിയതൊന്ന് കാണിച്ച്. ഞാൻ ഇതില് മാർക്ക് ചെയ്യണേ. ഇതിൽ മാർക്ക് ചെയ്യണല്ലേ. മാർക്ക് ചെയ്യേണ്ട കൂട്ടുകാരൻ ആ മാർക്ക് ചെയ്യണ ഇതിൽ മാത്രമായിപ്പോയി, വേറെ ഒരു ശ്രദ്ധയും ഇല്ല ഇവിടെ. എന്ത് വേണം സാർ? ഇമ്പോസിഷൻ കൊടുക്കാം. ഇമ്പോസിഷൻ കുഴപ്പമില്ല. ഓക്കെ, അവൻ ഓക്കെയാണ് ഇമ്പോസിഷൻ. ഓക്കെ, അപ്പൊ നീ ഇന്ന് ഇമ്പോസിഷൻ എഴുതേണ്ടത് ഇന്ന് പഠിപ്പിച്ചത് ഫുള്ള്. അപ്പൊ ഇനി മുതൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇമ്പോസിഷൻ എഴുതേണ്ടത് നമ്മുടെ ഡ്രൈ സെല്ലിന്റെ ഡെഫിനിഷനും എഴുതണം, സ്ട്രക്ചറും എഴുതണം. ഡെഫിനിഷനും സ്ട്രക്ചറും ഒരു ഡെഫിനിഷനും സ്ട്രക്ചറും 5 times. സ്ട്രക്ചറും 5 times. 5 times. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ആദ്യം വരുമ്പോൾ ചോദിക്കുന്നത് നിന്റെ ഇമ്പോസിഷൻ ആയിരിക്കും. ആൻഡ് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തന്നെ എഴുതി മെന്റർ കഴിച്ചിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? എന്തൊരു മനസ്സുഖം എനിക്ക്. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം നമ്മുടെ സിങ്ക് ആണ് നമ്മുടെ ഇലക്ട്രോഡ്, ആള് നെഗറ്റീവ് ആണ്. അടുത്ത നമ്മുടെ ഇലക്ട്രോഡ് കാർബൺ ആണ്, ആള് പോസിറ്റീവ് ആണ്. ഒരാളെ കൂടി വിളിച്ചോ. ധ്രുവ് പറയൂ. സിങ്ക് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ്? നെഗറ്റീവ്. അപ്പൊ കാർബണോ? പോസിറ്റീവ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഡ്രൈ സെൽ ഈസ് യൂഷ്വലി സിംഗിൾ യൂസ്. ഡ്രൈ സെല്ല് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഈ സെല്ലില്ലേ, ഇതാണ് ഡ്രൈ സെല്ല്. ഡ്രൈ സെല്ല് സാധാരണ ഒരൊറ്റ തവണ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് മസ്റ്റ് ബി ത്രോൺ. ഓക്കെ, വൺസ് എക്സ്ഹോസ്റ്റഡ്. അത് ഒരു പ്രാവശ്യം നമ്മൾ അതിൻ്റെ യൂസ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കളയേണ്ട അവസ്ഥയേ ഉള്ളൂ, വേറെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് റീചാർജബിൾ. നമുക്കതിനെ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സെല്ലുകളാണ് ഡ്രൈ സെല്ലുകൾ. ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ബാറ്ററി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതിങ്ങനെ എടുക്കുക, നേരത്തെ അവൻ പറഞ്ഞ പോലെ കളയുമ്പോൾ നമ്മൾ നമ്മുടെ അല്ലേ ഈ വേസ്റ്റൊക്കെ നമ്മൾ ഇപ്പം അതിനനുസരിച്ചുള്ള രീതിക്കാണ് നമ്മൾ അതിനെയൊക്കെ കളയുന്നത്. ആ രീതിക്ക് വേണം കളയാൻ. ഓക്കെ, അപ്പം ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്കിനി വേറെ ഒരു ടോപ്പിക്കാണ്. അതുകൂടി കഴിഞ്ഞ് കുറേ നേരമായാലും മിസ് കഴിഞ്ഞെന്ന് പറയുന്നത്, കഴിയുന്നില്ലല്ലോ എന്ന് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്ക് വരുന്നതിന് മുമ്പേ ചെറിയൊരു പോൾ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഒരു ചെറിയ പോൾ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ടോപ്പിക്കിലേക്ക് പോകാം. ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ഓക്കെ. യെസ്, അപ്പോൾ അതെ ക്വസ്റ്റ്യൻ ലോഞ്ച് ചെയ്യാണ്. ഞാനൊന്ന് വായിക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ ഫസ്റ്റ് ടൈം ഇലക്ട്രിക് ബാറ്ററി വാസ് ഇൻവെൻറ്റഡ് ബൈ ദ സയൻറ്റിസ്റ്റ്. ഏത് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഏത് ഫിസിസിസ്റ്റ് ആണ് ഓക്കെ ബാറ്ററി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? തെറ്റിക്കടാ, എല്ലാവരും തെറ്റിക്കടാ. തെറ്റിക്ക് എല്ലാവരും തെറ്റിക്ക്. അപ്പോൾ എല്ലാവരും തെറ്റിക്കണം. ദൈവമേ, എടാ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. ഇത് തെറ്റിച്ച് ഇപ്പൊ പഠിപ്പിച്ചല്ലേ ഉള്ളൂ സാർ. ഇതിപ്പം അങ്ങ് പഠിപ്പിച്ചോളൂ. ആദ്യത്തെ ബാറ്ററി, ആദ്യത്തെ ഒരു സെല്ല് ഇൻവെന്റ് ചെയ്തത് ആരാണെന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആ പേരും ആളുടെ ഫോട്ടോയൊക്കെ കാണിച്ച് പഠിപ്പിച്ചാണ്. കഴിഞ്ഞോ സാർ? ഓക്കെ, ഒരു 70 സംതിങ് % ആളുകൾ കറക്റ്റ് ഓപ്ഷനാണ്. നമ്മുടെ അലക്സാണ്ടർ വോൾട്ടയാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഞാൻ മറ്റേ അടുത്ത ആളുടെ ഓപ്ഷൻ കൊടുത്തില്ല, ഇനി അതും കൂടി തന്നിരുന്നെങ്കിൽ അതും തെറ്റിക്കാനല്ലേ. ഓക്കെ, അപ്പോൾ ബാക്കി തെറ്റുത്തരം ചെയ്ത എല്ലാവരെയും നമുക്കൊന്ന് എടുക്കാം കേട്ടോ സാർ. എന്നിട്ട് അവർക്കുള്ള പനിഷ്മെന്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അലക്സാണ്ടർ വോൾട്ടയും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂഗി ഗാൽവാനോ കൂടി ചേർന്നിട്ടായിരുന്നു നമ്മുടെ ഫ്യൂഗി അല്ല ലൂയി. ഓക്കെ, ചേർന്നിട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ സെൽ അല്ലെങ്കിൽ ബാറ്ററി കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നേരെ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, വിച്ച് ഈസ് ഗൈസ് ഞാൻ തല മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആളുടെ ഫേസ് കാണുന്നില്ല, പക്ഷെ ഇതാരാണെന്ന് നമുക്ക് ആളുടെ ബോഡി കണ്ടാലേ അറിയാം. വിളിച്ചോ സാർ, ഇതാരാണെന്ന് പറയാനായിട്ട്. അതാര് വരും?
ഗൈസ് ഹു ഇസ് ദിസ് മാവേലി? ഓണം കഴിഞ്ഞിട്ടും പാതാളത്തിലോട്ട് തിരിച്ചു പോവാതെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നടക്കാണ് മന്തിയൊക്കെ കഴിച്ച്. ഏതാണ് ആ മാവേലി? അഖിൽ സാർ ആണോന്നാ? പിന്നെ അല്ലാതെ അഖിൽ സാർ അല്ലേ നമ്മുടെ മാവേലി, നമ്മുടെ ഒഫീഷ്യൽ മാവേലി. ഇപ്പൊ വന്നിട്ട് പോയുള്ളൂ ആള്, പക്ഷെ കാണാനായിട്ട് യോഗം ഉണ്ടായില്ലേ ഇത്. ഓക്കെ, കണ്ടാ ഇരുന്ന് TV കാണാണ്, വേറെ പണിയൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മളെ ശല്യപ്പെടുത്തുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ TV കണ്ടിരിക്കുക, മാവേലിയായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക. ഇതാണ് മെയിൻ ഹോബി. ഓക്കെ, പക്ഷെ അടിപൊളിയാണ്. ഓക്കെ, യെസ്. അപ്പോ സാറിന്റെ കയ്യിലിരിക്കുന്ന റിമോട്ടാണ് താരം. ഈ റിമോട്ടാണ് താരം, വേറെ ഒന്നും വേണ്ട. സാറും വേണ്ട, നമുക്ക് TV വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, ഈ റിമോട്ട് നമുക്ക് ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ? റിമോട്ട് ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്തുള്ള ബാറ്ററി എത്ര പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും? വിളിച്ചോ. ബാറ്ററി നമുക്ക് എത്ര ടൈംസ് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും? വിളിച്ചോ. ആരോൺ, ഹൗ മെനി ടൈംസ്? ഒരു പ്രാവശ്യം പറ്റുള്ളൂ അല്ലേ? കാരണം അതിന് നമുക്ക് പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് പിന്നെ കളഞ്ഞിട്ട് നമ്മൾ വേറെ ബാറ്ററി വേണം യൂസ് ചെയ്യാൻ കേട്ടോ. പക്ഷേ അങ്ങനെയല്ലാത്ത ബാറ്ററീസ് ഉണ്ട്, നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോണിന്റെ ബാറ്ററി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചാർജ് തീരുമ്പോൾ ആ ബാറ്ററി ഊരി എടുത്ത് കളഞ്ഞ് വേറെ ബാറ്ററിയുടെ ആണോ സാർ ചെയ്യുന്നത്? അല്ല, നമ്മളപ്പോൾ തന്നെ പ്ലഗ് ചെയ്യും അല്ലേ? ചാർജ് വീണ്ടും കയറ്റിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ബാറ്ററീസ് ആണ് റീചാർജബിൾ ബാറ്ററീസ്. ഹെഡിങ് എഴുതാ, ഡെഫിനിഷൻ എഴുതാ. റീചാർജബിൾ ബാറ്ററീസ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് യൂസ്ഡ് മെനി ടൈംസ്. നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഒരാളെ വിളിച്ചോ സാർ? വിളിച്ചോ. ആരാണ്? അമേയ. റീചാർജബിൾ ബാറ്ററി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഒക്കെ ഏതൊക്കെയാണ്? ഫോൺ, ടാബ്സ്, ലാപ്ടോപ്സ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഫോണ്, ടാബ്ലറ്റ്, അതുപോലെ ലാപ്ടോപ്സ്, അതുപോലെ ക്യാമറാസ്, വെഹിക്കിൾസ്, ഇവരുടെയൊക്കെ ബാറ്ററി എങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്ത് വീണ്ടും ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ആണ്. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഇല്ലേ കുറെ, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ബാറ്ററി ഇങ്ങനെ ചാർജ് ചെയ്താണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ചാർജ് തീർന്ന ഉടനെ തന്നെ എടുത്ത് കളയോ? നമ്മൾ റിമോട്ടിന്റെ ബാറ്ററി തൂക്കി എറിഞ്ഞ് കളയുന്ന പോലെ ഇതിന്റെ ബാറ്ററി കളയാൻ നിന്നാൽ നമുക്ക് കുറേ പൈസ ചെലവാകും. ഓക്കെ, അതുകൊണ്ട് റീചാർജബിൾ ബാറ്ററീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഫോണ്, ലാപ്ടോപ്പ്, ക്യാമറ, ഇതൊക്കെ എക്സാമ്പിളാണ്. എഴുതി കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. ഓക്കെ, പിന്നെ ചെറിയ പോൾ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഒരു ക്വസ്റ്റ്യൻ കൂടിയും തരും ഞാൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാത്രം തന്ന് തെറ്റിച്ചിരുന്നിട്ട് ശരിയാവില്ലല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടി തരും, അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താണ്ടല്ലോ, നിങ്ങൾ അടിപൊളിയാണ് പിന്നെ. ഓക്കെ, എല്ലാവർക്കും ഞാൻ സമ്മാനവും തരും. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ വീശിക്കോ. യെസ്. ഓക്കെ, അപ്പോൾ റീചാർജബിൾ ബാറ്ററി എന്ന് പറയുമ്പോൾ അത് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ദ റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് ആർ മോർ കോസ്റ്റ് എഫിഷ്യൻറ്റ് ഓവർ ടൈം. അവര് വേസ്റ്റ് നമ്മൾ അധികം എന്താ പറയാ, വെറുതെ ബാറ്ററി ഇങ്ങനെ കളഞ്ഞ് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറയാ, കുറെ വേസ്റ്റ് ആവില്ലേ? പക്ഷെ നമ്മൾക്ക് റീചാർജബിൾ ആയതുകൊണ്ട് അത് കളയേണ്ടി വരുന്നില്ല അല്ലേ? ഓക്കെ, അതുകൊണ്ട് പൈസയൊക്കെ ചിലവാകുന്നില്ല, വേസ്റ്റ് ആയി പോകുന്നുമില്ല. ഓക്കെ, however they also wear out after many cycles of charging and usage. കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ, കുറേ പ്രാവശ്യം റീചാർജ് ചെയ്ത് അവസാനം അതിനൊരു പരിവമാവും അല്ലേ? ഫോണൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ അതിന്റെ പരിവം ആവൂലേ? അതുപോലെ കുറേ നാൾ കഴിയുമ്പോൾ അതിനും മനുഷ്യനല്ലേ ബാറ്ററി അല്ലേ പിള്ളേ, അതിനും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഓക്കെ, ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ലിഥിയം അയൺ ബാറ്ററി. ഓക്കെ, റീചാർജബിൾ ബാറ്ററിയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ലിഥിയം അയൺ ബാറ്ററി. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കാനില്ല. Scientists are working on solid state batteries for the future which will be safer, longer lasting and even more efficient. നമ്മൾ ഇത്ര നേരം ആദ്യം നമ്മുടെ ഇലക്ട്രോലൈറ്റ് ലിക്വിഡ് ആയിരുന്നല്ലേ, പിന്നെ അത് ഡ്രൈ സെൽ എത്തിയപ്പോഴേക്കും അതെന്തായി, ഒരു പേസ്റ്റ് ഫോമായി. പക്ഷേ സയന്റിസ്റ്റുകൾക്ക് അതും പോരാ, അവരിപ്പോൾ എന്താണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്? നല്ല സോളിഡ് സ്റ്റേറ്റുള്ള, നല്ല കട്ടിയുള്ള ഇലക്ട്രോലൈറ്റ് ഉള്ള ബാറ്ററി കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അങ്ങനത്തെ ബാറ്ററി ആണെങ്കിൽ എന്താ സംഭവം എന്നറിയോ? കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സൂപ്പർ ബാറ്ററി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരാളെ കൂടി വിളിച്ചോ സാർ. ചാരു, റീചാർജബിൾ ബാറ്ററി എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ബാറ്ററീസ് ആണ്? യൂസ് ചെയ്ത് ചാർജ് തീർന്നാൽ കളയാം.
അല്ല വീണ്ടും ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. എക്സാമ്പിൾ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി. കൂടുതലും അങ്ങനത്തെ ബാറ്ററി വരുന്നത് ഏതാണ്? ലിഥിയം അയൺ ബാറ്ററി ആണ് കേട്ടോ. ഈ ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഈ പോയിന്റിന്റെ ഒന്നും ആവശ്യമില്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്ക് ലിഥിയം അയൺ ബാറ്ററിയുടെ എക്സാമ്പിൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇതുകൂടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഗായ്സ് ഗോസ്റ്റ് ഹൗസ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനി വലിയ ടോപ്പിക്സ് വരാണെന്ന്. പക്ഷെ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് ഗായ്സ്? ഇറ്റ് ഈസ് എ ഗോസ്റ്റ് ഹൗസ്. ഇവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട്. സാർ, ഗോസ്റ്റിനെ കണ്ടവർ പേടിക്കും, ഓഫ് കോഴ്സ്. ഇവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട്. ഈ ഗോസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ഗോസ്റ്റിനെ കണ്ട് ആരും പേടിക്കരുത് ഗായ്സ്. ഗോസ്റ്റ് വരികയാണ് ഗായ്സ്. നിഴലായി. താങ്ക് യു ഗായ്സ്. കണ്ടോ, ഗോസ്റ്റ് എത്തി. ഗോസ്റ്റ് ഒരു പാവം ഗോസ്റ്റ് ആണ് കേട്ടോ. ആളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ രക്തം വലിച്ചു കുടിക്കുന്ന യക്ഷിയായിട്ട് തോന്നും, പക്ഷെ ആളൊരു പാവാണ്. ഓക്കെ, നമ്മുടെ പാവം ഗോസ്റ്റ് കണ്ടോ. താങ്ക് യു ഗായ്സ് ഒക്കെ പറഞ്ഞു നിൽക്കുന്ന ഗോസ്റ്റ് ആണ് കേട്ടോ. ഉപദ്രവിക്കൊന്നുമില്ല. ചിലപ്പോൾ ഉപദ്രവിക്കില്ല, ചിലപ്പോൾ വല്ല പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ വല്ല ഡാൻസ് ഒക്കെ കളിച്ച് നിങ്ങളെ വെറുപ്പിക്കും, പക്ഷെ ഉപദ്രവിക്കില്ല. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഒഫീഷ്യലായിട്ട് കഴിഞ്ഞതായിട്ട് അറിയിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി ഇപ്പോൾ അയക്കും. അതിൻ്റെ ആൻസറും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിട്ട് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഹൂ ഡിസ്കവേർഡ് റേഡിയോ? ആരാണ് റേഡിയോ ഡിസ്കവർ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വായിച്ചു നോക്കിയിട്ട് വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. ആരും തെറ്റിക്കരുത്. ഫോളൊന്നും വരുന്നില്ലേ? ആഹാ, അടിപൊളി. എല്ലാം വരട്ടെ, എല്ലാനും കുത്തണ്ടേ, എന്നല്ല അതിൻ്റെ ഒരു രസം. എല്ലാത്തിനും വന്നോട്ടാ. ആരാണ് റേഡിയോ കണ്ടുപിടിച്ചതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് സെല്ലല്ല, വേറൊന്നും അല്ല, കമ്പ്യൂട്ടർ അല്ല, ഒന്നുമല്ല, റേഡിയോ. സിമ്പിൾ ജി കെ. സിമ്പിൾ ജി കെ ആണ്. ഇതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രേതം കടിച്ചു കീറി തിന്നോട്ടാ. സിമ്പിൾ ജി കെ. ഈ സാരി എങ്ങനെയുണ്ട്? മിസ്സിന്റെ സാരി ഇതായിരുന്നില്ല സാർ. ഞാൻ സാരി ഒരു ചുവന്ന സാരി ആയിരുന്നു, ഞാനത് വെള്ള സാരി ആക്കിയതാ. ഓക്കെ, ഇവരൊക്കെ പേടിക്കട്ടെ എന്ന് ഓർത്തു, പക്ഷെ ഇവർ പേടിച്ചില്ല. കണ്ട ഉടനെ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് ചെയ്തത്. അത് ശരിയല്ല കേട്ടോ, നിങ്ങൾ പേടിക്കണ്ടേ ഇതൊക്കെ കണ്ട. യെസ്, റിഗ്വേറ്റ്. യു ആർ ദ മാൻ. യെസ്, ഓക്കെ. അപ്പോൾ കൂടുതൽ പോൾ പോയിരിക്കുന്നത് നമ്മുടെ ചാൾസ് ബാബേജ് ആണല്ലേ. അപ്പൊ ചാൾസ് ബാബേജ് പോൾ ചെയ്ത് എല്ലാവർക്കും സൂപ്പർ. തെറ്റിപ്പോയി. ഇനിയൊരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് പറയട്ടെ. കറക്റ്റ് ആൻസർ ആ 4 ഓപ്ഷനും അല്ല. എങ്ങനെയുണ്ട്? കുറെ പേര് പോൾ ചെയ്യാണ്ടിരുന്നു തോന്നണല്ലേ. കുറച്ച് പേര് ബുദ്ധിപരമായിട്ട് പോൾ ചെയ്യാതിരുന്നു. ബിക്കോസ് അവർക്കറിയാം കറക്റ്റ് ആൻസർ ഇത് 4ഉം അല്ല. ഓക്കെ, ന്യൂട്ടനും അല്ല, ഐൻസ്റ്റീനും അല്ല, ഫാരഡേയും അല്ല, ബാബേജും അല്ല. ഓക്കെ, കറക്റ്റ് ആൻസർ മാർക്കോണി ആണ് കേട്ടോ. മാർക്കോണി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് റേഡിയോ കണ്ടുപിടിച്ചത്. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ കൊടുത്തത്. സാർ, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, മിസ് ഇത് തെറ്റിച്ച് തന്നതല്ലേ, അപ്പൊ മാർക്കോണി അങ്ങനെ ഓർക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വേഗം തന്നെ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ നമുക്ക് നേരെ എക്സാം എഴുതിയാൽ പോരെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എല്ലാവരും വേഗം തന്നെ എക്സാമിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ പ്രോപ്പർ ആക്കുക. പാരന്റ്സിനെയൊക്കെ വിളിച്ചെടുത്തിരുത്താം, എക്സാം എഴുതി തിമിർക്കാം നമുക്ക്. ഓക്കെ, യെസ്.